നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. അതിശക്തമായ രീതിയിൽ വളരെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മളും ചർച്ച ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ചുകൂടി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ് ഇത്. ഷഹബാസ് എന്ന 16-കാരൻ്റെ കൊലപാതകം. ആ 16-കാരൻ്റെ കൊലപാതകം കേരളം ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. കാരണം അതേ പ്രായക്കാരായ മറ്റ് 5 പേർ ചേർന്നാണ് തലയിൽ നെഞ്ചക്കുകൊണ്ടടിച്ച് ആ പയ്യനെ കൊലപ്പെടുത്തിയത്. ആ കൊലയാളികളുടെയൊക്കെ അതിനുശേഷം ആ കുട്ടികളൊക്കെ സംസാരിക്കുന്നത് കേട്ടാൽ തന്നെ മനസ്സാക്ഷിയുള്ള ഏത് മനുഷ്യരും ഞെട്ടിപ്പോകും. SSLC പരീക്ഷ നമ്മളെ എഴുതിക്കും, നമുക്ക് ജയിലിൽ പോകേണ്ടി വരില്ല, നമ്മളെ അറസ്റ്റ് ചെയ്തില്ല, നമ്മൾ പ്രായപൂർത്തിയാവാത്തവരല്ലേ, ആ മട്ടിലൊക്കെയാണ് ഞങ്ങൾ ചെറുതായിട്ടൊന്നും അവൻ ഇങ്ങോട്ട് വന്നിട്ടല്ലേ, ആ മട്ടിലൊക്കെയായിരുന്നു ഇവരുടെ സംഭാഷണങ്ങൾ തന്നെ. ഇങ്ങനെയൊക്കെയാണോ ഈ സമൂഹത്തിൽ കുട്ടികൾ ചിന്തിക്കുന്നത് എന്ന് പോലും തോന്നും. ഷഹബാസ് ഇന്ന് പരീക്ഷ എഴുതേണ്ടതായിരുന്നു. ഷഹബാസിന് ഇന്ന് പരീക്ഷ എഴുതാൻ കഴിയുന്നില്ല. പക്ഷേ ഷഹബാസിൻ്റെ മരണത്തിന്, കൊലപാതകത്തിന് ഉത്തരവാദികളായവരെ 5 പേരെയും ഇന്ന് SSLC പരീക്ഷ എഴുതി. വലിയ പ്രതിഷേധങ്ങൾക്കിടയിലൊക്കെയാണ് ഈ 5 പേരെയും ഇന്ന് SSLC പരീക്ഷ എഴുതിച്ചത്. ഈ വിഷയം സമൂഹ മാധ്യമത്തിലൊക്കെ വലിയ ചർച്ചയായി നിൽക്കുകയാണ്. വാദപ്രതിവാദങ്ങളാണ് ഉയരുന്നത്. ഇവരെ ഇനി നാളെ കോടതിയിൽ ശിക്ഷിച്ചാലും ഇവർക്ക് പരീക്ഷ എഴുതാൻ അനുവദിക്കണം എന്നുള്ളതാണ് നിയമം. ഇപ്പോൾ അവർ കുറ്റാരോപിതരായി നിൽക്കുകയാണ്. നാളെ ഇനി അവർ കുറ്റവാളികളാണെന്ന് കണ്ടെത്തി അവരെ ശിക്ഷ നടപ്പാക്കിയാലും അത് നടപ്പാക്കേണ്ടത് പോലീസിൻ്റെയും നിയമത്തിൻ്റെയും ഉത്തരവാദിത്തമാണ് താനും. അങ്ങനെ ഒരു നിയമവശം കൂടിയുണ്ട്. പക്ഷേ വൈകാര്യവശമാണ് മറ്റു ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. ആ നിയമം പാലിക്കാൻ സമൂഹത്തിലെപ്പോഴും നിയമം നടപ്പാക്കേണ്ടവർ ബാധ്യസ്ഥരുമാണ്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. കോഴിക്കോട് നിന്നും കുഞ്ഞഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ കുഞ്ഞഹമ്മദ്, ഇന്ന് വലിയ പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ ഉയർന്ന ഒരു വിഷയമാണ്. ഷഹബാസിൻ്റെ കൊലയ്ക്ക് ഉത്തരവാദികളായ 5 കുട്ടികൾ, അവരെ പരീക്ഷ എഴുതിച്ചു. അത് നിയമമാണ് പരീക്ഷ എഴുതിക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ ആ തരത്തിൽ അവരുടെ അവകാശങ്ങൾ, കുറ്റവാളികളുടെ അവകാശങ്ങൾ കൂടി ചേർന്നാണ് സമൂഹത്തിൻ്റെ നിയമം. പക്ഷേ അതിനെതിരെ വലിയ വാദപ്രതിവാദങ്ങളൊക്കെ ഉയരുന്നുണ്ട്. താങ്കൾക്കതിൽ എന്താണ് പറയാനുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരം. ഇവർക്ക് ഷഹബാസിന് പരീക്ഷ എഴുതാൻ സാധിച്ചിട്ടില്ല. ഇവരെ കൊണ്ട് പരീക്ഷ എഴുതിക്കരുതെന്നുള്ള അഭിപ്രായം തന്നെയുണ്ട്. ഇവര് വെറും കുറ്റവാളികളാ. സമൂഹത്തിൽ ഇവർക്ക് കൊടുക്കുന്ന മെസ്സേജ് നമ്മൾ ശരിക്കും നോക്കണം. ഇവര് എന്ന് പറഞ്ഞാല് നാട്ടിൽ ജീവിക്കരുതെന്നുള്ള അഭിപ്രായം തന്നെയുണ്ട്. അത്രയും ക്രൂരത അവർ ചെയ്ത്. നിയമം അനുവദിക്കുന്നുണ്ടാവും പരീക്ഷ എഴുതാനൊക്കെ, പക്ഷെ ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. നാളെ ഇത് ആവർത്തിക്കാതിരിക്കാൻ ഇവരെ കൊണ്ട് പരീക്ഷ എഴുതിക്കരുത്. ഇവരെ ജയിലിലേക്ക് പറഞ്ഞേക്കേണ്ട പണി എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് എടുക്കണം. അതാ എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത് നിന്ന്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, ഏത് കുറ്റവാളിയായാലും അവർക്ക് മാനുഷികമായ അത്തരം അവകാശങ്ങളുണ്ട്. അത്തരം പരീക്ഷ എഴുതിക്കുക എന്നുള്ളത്, അവരിപ്പോൾ കുറ്റാരോപിതരാണ്, അങ്ങനെയുള്ളവരെ പരീക്ഷ എഴുതിക്കുക എന്നുള്ളത് നിയമമാണ്. അപ്പോൾ അതിനെ എഴുതിക്കുന്നതിനെതിരായി ഉയരുന്ന വികാരവും വളരെ വലിയ വികാരം തന്നെയാണ്. സ്വാഭാവികമാണ്. ഇവർ കാരണം മറ്റൊരു കുട്ടിക്ക് പരീക്ഷ എഴുതാൻ കഴിയാതെ പോയി അവൻ ഈ ഭൂമിയിൽ തന്നെ ഇല്ലാത്തൊരവസ്ഥ. താങ്കൾക്കിതിൽ എന്താണ് അഭിപ്രായം? നമസ്കാരം. നമസ്കാരം. പിന്നെ ഇത് സർക്കാർ ഡെയിലി ഓരോ ദിവസവും വരുംതോറും സർക്കാരിന്റെ ഈ കാര്യങ്ങൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. അതായത് ഇരകൾക്കൊപ്പമല്ല സർക്കാർ, വേട്ടക്കാർക്കൊപ്പമാണ് സർക്കാർ നിൽക്കുന്നത്. ഈ കുട്ടികളെ ഒരു പ്രാവശ്യം പരീക്ഷ എഴുതിക്കാതിരുന്നെങ്കിൽ എന്ത് നല്ല ഇതായിരുന്നു. മറ്റുള്ള കുട്ടികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. കാരണം അവർക്കും നാളെ ഇത് ബാധകമായിട്ട് വരുമായിരുന്നു. പക്ഷെ സർക്കാർ അത് ചെയ്തില്ല. അത് അങ്ങേയറ്റത്തെ തെറ്റാണ് കാണിച്ചത്. ഒരു വർഷത്തെ ശിക്ഷ അവർക്ക് കൊടുക്കാം. ഈ ഒരു വർഷക്കാലം അവർക്ക്. ശരി, ശ്രീ മൊയ്തീൻ കുഞ്ഞ്, സ്വാഭാവികമായും ഇവർ കോടതി ഇപ്പോൾ അവർക്ക് ജാമ്യം നിഷേധിച്ചു. പക്ഷേ അവർക്ക് പരീക്ഷ എഴുതിക്കുക എന്നുള്ളത് നമ്മുടെ നിയമം അനുസരിച്ച് അവരെ പരീക്ഷ എഴുതിച്ചാൽ മതിയാവും. അത് നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം സ്വാഭാവികമായി ഭരണകൂടത്തിലില്ലേ? നാളെ ഇവർ ജയിച്ചു വന്ന് ഈ സർക്കാരിന്റെ കീഴിലുള്ള ഒരു ജീവനക്കാരായിട്ട് വന്നു കഴിയുന്ന ഈ സമൂഹത്തിനാണ് ഇത് കുറച്ചിലുണ്ടാകുന്നത്. ശരി, ഓക്കെ. താങ്കൾ ആ തരത്തിലാണ് കാണുന്നത്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത്? കിരൺ സാർ, നമസ്കാരം. നമസ്കാരം. എന്റെ മുമ്പിൽ പ്രതികരിച്ച 2 പ്രേക്ഷകർക്കും ഞാൻ അഭിനന്ദനം പറയുന്നു സാർ. കാരണം നമ്മുടെ കൗമാരമാണ് സാർ. ഇതെന്താണ് രാജ്യത്തിന് കൊടുക്കുന്ന മെസ്സേജ് സാർ? ഇത് വലിയ അപകടകരമാണ്. കാരണം എന്റെ മുന്നിൽ പ്രതികരിച്ച 2 ബഹുമാനിത പ്രേക്ഷകർ പറഞ്ഞത് സാർ കേട്ടില്ലേ? കേട്ടു. അത് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വിഷയം സമൂഹത്തിൻ്റെ മനസാക്ഷി ഒരു തരത്തിൽ ചർച്ച ചെയ്യുന്നു. പക്ഷേ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകൾ എപ്പോഴും എല്ലാ കാര്യത്തിലും നമ്മുടെ വൈകാര്യത വെച്ച് മാത്രമല്ലല്ലോ നിയമവ്യവസ്ഥകളുള്ള, ആ നിയമവ്യവസ്ഥകൾ കൂടി പാലിക്കേണ്ടതല്ലേ?
സാർ നമുക്കൊക്കെ മക്കളില്ലേ സാർ? SSLC എന്ന് പറഞ്ഞു 15 വയസ്സല്ലേ സാർ പ്രായം? ഈ പ്രായത്തിൽ ഇങ്ങനെ ക്രിമിനൽ സ്വഭാവം കാണിച്ചോ ഇല്ലയോ നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെയാണ് അവരെ അപ്പോൾ സ്വാഭാവികമായും അവരെ പരീക്ഷ എഴുതിക്കുക എന്നുള്ളത് ചെയ്യിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ ഇപ്പോൾ. നോ ചെയ്യിക്കരുത്. അങ്ങനെ ആരോപണത്തിന് വിധേയരാവാൻ പാടില്ല 15 വയസ്സിന്റെ ഇടയിൽ. അവര് SSLC പരീക്ഷ എഴുതുമ്പോൾ അവര് സഹപാഠികളും എങ്ങനെയാ എനിക്ക് അതിനെ വിശേഷിപ്പിക്കാൻ അറിയില്ല. ഞാനൊക്കെ SSLC പരീക്ഷ എഴുതുമ്പോൾ നമ്മുടെ സഹപാഠികളൊക്കെ നമ്മളെ കുടുംബക്കാരെ പോലെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇത്രയും അകന്നു പോയ മയക്കുമരുന്ന് എന്തെന്നാ ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് എനിക്ക് മുമ്പ് പ്രതികരിച്ച് 2 വളരെ വ്യക്തമാണ്. അവരെ നമിക്കുന്നു. ശരി, ശ്രീ ശരത്താണ് ബാലരാമപുരത്ത് തോന്നും. ശ്രീ ശരത്ത്, താങ്കൾ ഇതിൽ ഏത് തരത്തിൽ അഭിപ്രായം പറയുന്ന ആളാണ്? ഹലോ, നമസ്കാരം. നമസ്കാരം. അത് എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോ സ്കൂളിലും കോളേജിലും ആയാലും ഈ പറഞ്ഞ പോലെ നമ്മൾ രാഷ്ട്രീയ ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയം, അത് സ്കൂൾ കോളേജ് തലത്തിന് രാഷ്ട്രീയം അനുവദിക്കുന്നു. ഇപ്പൊ സ്കൂളില്, ഹോസ്റ്റലില്, അല്ലെങ്കിൽ നമ്മള് അവിടെ പോകുന്ന എല്ലായിടത്തും ഈ രാഷ്ട്രീയം അനുവദിക്കുമ്പോൾ അതിന്റെ പേരിലും പല പ്രശ്നങ്ങളും, വിദ്യാർത്ഥി രാഷ്ട്രീയം അത് അനുവദിക്കാൻ പാടില്ലെന്ന് എനിക്ക് പറയുന്നുണ്ട്. ഇപ്പൊ ഈ പരീക്ഷ ഇപ്പൊ എഴുതിപ്പിച്ചാലും എനിക്ക് എതിർപ്പുണ്ട്. കാരണം ഇപ്പൊ ഈ ഉടനെ എന്താണ് വിദ്യാർത്ഥി രാഷ്ട്രീയം അനുവദിക്കുന്നത് നല്ലതാണോന്നോ മോശമാണെന്നോ എന്താണ് താങ്കളുടെ അഭിപ്രായം? അല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്കൂളിലും കോളേജിലും ഇത്രയും വലിയ വിദ്യാർത്ഥി രാഷ്ട്രീയം അന്ന് ഉണ്ടായിരുന്നില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ. അത് ഏത് കാലഘട്ടത്തിലാണ് ശ്രീ ശരത്ത് പഠിച്ചുകൊണ്ടിരുന്നത്? 2005 ആ കാലഘട്ടത്തിലൊക്കെയാണ്. 2005 താങ്കൾ പഠിക്കുമ്പോൾ സ്കൂളിൽ രാഷ്ട്രീയമില്ല, കോളേജിൽ രാഷ്ട്രീയമില്ലേ? സ്കൂൾ തലത്തിലാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഉള്ള സ്കൂൾ തലത്തിൽ കേരളത്തിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമുള്ള കാലത്ത്, കേരളത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം സജീവമായിരുന്ന കാലത്ത് ഈ മട്ടിൽ റാഗിങ്ങോ അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് അന്നും സംഭവങ്ങളൊക്കെ ചെറുപ്പക്കാരാണ്, സ്വാഭാവികമായി അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, അടിയും ഇടിയും ഒക്കെ ഉണ്ടാവും. പക്ഷേ അന്ന് ഈ മട്ടിൽ ഇത്രയേറെ കൊലപാതകങ്ങളോ അല്ലെങ്കിൽ ക്രൂരമായ മർദ്ദനങ്ങളോ ക്രൂരമായ റാഗിങ്ങുകളോ ഇത്രത്തോളം അളവിൽ എന്തായാലും സ്കൂൾ വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടായിരുന്ന കാലത്ത് ഉണ്ടായിരുന്നില്ല. സ്കൂളിലും കോളേജിലും രാഷ്ട്രീയം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഓരോ ഗ്രൂപ്പുകളായി തിരിയില്ലേ? അപ്പൊ ആ രാഷ്ട്രീയം ഇല്ലാതായി പോയപ്പോഴാണ് അവിടേക്ക് മയക്കുമരുന്ന് സംഘങ്ങളും ലഹരി മരുന്ന് സംഘങ്ങളും മറ്റ് സംഘങ്ങളും ഒക്കെ കടന്നുകൂടിയത്. അപ്പൊ എന്തായാലും ഈ നമ്മൾ ഇപ്പോഴത്തെ ഈ വിഷയത്തില് ഞാൻ പറയുന്നത്, എന്തായാലും പരീക്ഷ ഇപ്പൊ ഉടനെ എഴുതിപ്പിക്കാൻ പാടില്ലായിരുന്നു. പിന്നെ എവിടെയായാലും ഈ ഇതിന്റെ പേരിൽ ഈ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളും അക്രമ രാഷ്ട്രീയവും ഒന്നും അംഗീകരിക്കാൻ പാടില്ല. ശാന്തമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റും. ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്ന് വിളിക്കുന്നത്. എന്തായാലും പൊതുവേദിയിലേക്ക് ഒരു വൈദികൻ വിളിക്കുന്നു എന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. താങ്കൾക്ക് കൂടുതൽ ആളുകളുടെയൊക്കെ പ്രശ്നങ്ങൾ സജീവമായി ഇടപെട്ടും അറിയുന്ന ഒരാൾ കൂടിയായിരിക്കും. താങ്കൾ എങ്ങനെയാണ് ഇപ്പോൾ നിയമത്തിന്റെ ഒരു വശം മറ്റു നിൽക്കുന്നു, സമൂഹ മനസാക്ഷിയുടെ മറ്റൊരു വശം നിൽക്കുന്നു, താങ്കൾ എങ്ങനെയാണ്? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാന് പലപ്പോഴും നിങ്ങളെ പരിപാടി കാണാറുണ്ട്, പക്ഷെ വിളിക്കാൻ ഇപ്പോഴൊരു അവസരം കിട്ടിയത്. ശരി, പറഞ്ഞോളൂ. ഇതിന് കാരണം എന്ന് ഞാൻ പറയുമ്പോഴേ, ഇതില് ബഹുമാനത്തോട് പറയുന്നത്, മുഖ്യമന്ത്രി ആയാലും മന്ത്രിമാരായാലും ജനസേവനം ഇല്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തക്കവണ്ണം അവർക്ക് താല്പര്യം കുറവാണ്. SFI ഉണ്ട്, KSU ഉണ്ട്, ABVP ഉണ്ട്, അങ്ങനെ സംഘടനകളുണ്ട്. അവർ നമ്മളുടെ പ്രശ്നങ്ങൾ തന്നെ ധാരാളം ഉണ്ട്. അതിന്റെ ഇടയിലാണ് ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ, അല്ലേ? അത് നമുക്ക് ഒരിക്കലും 10ാം ക്ലാസ്സുകാരാണ്. സ്കൂളുകളിലൊന്നും രാഷ്ട്രീയമില്ല. രാഷ്ട്രീയമില്ലാത്ത സ്ഥലത്താണ് കുട്ടികളെ ഈ നെഞ്ചക്ക് ഉപയോഗിച്ച് മറ്റൊരു കുട്ടിയെ കൊലപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത്. ശരി, അത് ഞാൻ സമ്മതിച്ചു. എന്താ പക്ഷെ അതിന് കാരണം അത് അന്വേഷിക്കണം. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? വീട്ടിലുള്ള പ്രശ്നമാണോ അല്ലെങ്കിൽ സ്കൂളിലുള്ള പ്രശ്നമാണോ? അങ്ങനെയൊക്കെ ഒരു കാലത്ത് രാഷ്ട്രീയം ഉണ്ടായിരുന്നപ്പോൾ അന്വേഷിക്കാൻ താല്പര്യമില്ലേ? കേട്ടില്ല. ആരാ അതിന് മുൻകൈ എടുക്കും? ആര് മുൻകൈ എടുക്കും? എല്ലാവരും, സർക്കാർ എടുക്കണം മുൻകൈ, രക്ഷകർത്താക്കൾ എടുക്കണം, സമൂഹം എടുക്കണം, എല്ലാവരും എടുക്കേണ്ടതാണ്. സർക്കാരും സമൂഹവും രക്ഷകർത്താക്കളും എല്ലാം അധ്യാപകരും എല്ലാവരും എടുക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അത് തന്നെയാണ്. അതില് പിന്നെ ഭരണകൂടത്തിന് അധിക അവകാശമുണ്ട്, അതേ പേരൻസിന് അധിക ഇതുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. ആ സ്ഥാപനത്തിന് ഉണ്ട്. ഞാനൊരു കോളേജിന്റെ മാനേജറായിരുന്നു 5 വർഷം. എനിക്കറിയാം, അന്ന് SFI, KSU, ABVP ഒക്കെ ഉണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ പരിഹരിക്കാൻ തക്കവണ്ണം ഞാൻ തക്ക സമയത്ത് ഇടപെട്ടിരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ പോയിരുന്നു. തക്ക സമയത്ത് ഇടപെടുന്ന ഭരണകൂടം. അത് തന്നെയാണ് ശ്രീ ഫാദറിന്. അപ്പം നേരിട്ട് അനുഭവം ഉണ്ടല്ലോ. വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെട്ടാണ് നല്ല കോളേജിന്റെ മാനേജ്മെന്റ് ആയാലും അധ്യാപകരായാലും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇടപെടണം.
ഇടപെടാൻ വെച്ചാല് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉത്തരവാദിത്വമില്ലേ, ഉണ്ട് അധ്യാപകർക്ക് ഉത്തരവാദിത്വമില്ലേ, ഉണ്ട് മാതാപിതാക്കൾ ഉത്തരവാദിത്വമില്ല. ഇപ്പൊ ഇവര് പരീക്ഷ എഴുതിക്കോട്ടെ, കാരണം അത് അവരുടെ ഭാവിയാണ്. പക്ഷേ അവരുടെ ആ കുട്ടികളെയും അവരുടെ പാരന്റ്സിനെയും ആ അധ്യാപകരെയും ആ സമൂഹത്തിലുള്ളവരെയും വിളിച്ചു കൂട്ടി ഒരു എന്താ പറയുന്നത്, ഒരു ഡിസ്കഷൻ നടത്തണം. എന്നിട്ടൊരു തീരുമാനത്തിലെത്തണം. ഇനി ഇത് ആവർത്തിക്കാൻ പറ്റില്ല. AVP ആയാലും SMI ആയാലും KSI ആയാലും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും തീരണം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഇത്തരം പ്രശ്നങ്ങളിൽ എങ്ങനെയാണ് പ്രായോഗികമായ സമീപനം എടുത്തത് എന്നുകൂടിയാണ് ഫാദർ സാമുവൽ ഇക്കാര്യത്തിൽ വിശദീകരിച്ചത്. ശ്രീ സുകുമാരനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ സുകുമാരൻ, നിയമം ഒരു വഴിക്ക് നിൽക്കുന്നു. ഒരു ഭാഗം ആളുകൾ നിയമം നടപ്പാക്കേണ്ടത് ഉത്തരവാദിത്വമാണ്. അത് അവർ കുറ്റവാളികളെ കോടതി വിധിച്ചിട്ടുമില്ല. പക്ഷേ സമൂഹത്തിൻ്റെ പൊതുവികാരം അങ്ങനെയല്ല. കൂടുതൽ പേരും സമൂഹ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ആ തരത്തിലേക്കല്ല. താങ്കൾ ഇതിൽ എങ്ങനെയാണ് അഭിപ്രായം പറയുന്നത്? സാറേ, ഇവരെല്ലാം അച്ഛനമ്മമാരെ പിടിച്ച് ജയിലുണ്ട്. ആദ്യം ഇങ്ങനെയുള്ളവരെ അച്ഛനമ്മമാരെ പിടിച്ച് ജയിലുണ്ട് ആദ്യം. കുട്ടികൾ തെറ്റ് ചെയ്യുന്ന എല്ലായിടത്തും അച്ഛനമ്മമാരുടെ കുഴപ്പം കൊണ്ടാവണമെന്നൊന്നുമില്ല. നല്ല അച്ഛനമ്മമാരുടെയും നന്നായി വളരുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നവരുടെ കുട്ടികളുമൊക്കെ കൊടും ക്രൂര കുറ്റവാളികളുമൊക്കെ ആയി മാറാറുണ്ട്. കുറെയെല്ലാം അച്ഛനമ്മമാരെ ഇത് കൊണ്ടുതന്നെയാണ് ഇങ്ങനെ ആവുന്നത്. അതിന് മറ്റേ ഭരണതലത്തിലോ മറ്റുള്ളവരൊന്നും കുറ്റം പറഞ്ഞൊന്നും കാര്യമില്ല. വീട്ടിൽ തന്നെ ആദ്യം പഠിപ്പിക്കണം മക്കളെ. അല്ലാണ്ട് വെറുതെ മന്ത്രിമാരെ മുഖ്യമന്ത്രി ഒന്നും കുറ്റം പറഞ്ഞൊന്നും കാര്യമില്ല. വീട്ടിൽ നിന്ന് തന്നെ പഠിക്കേണ്ടതാണ്. രക്ഷാകർത്താക്കൾ കുറെ കൂടി ജാഗ്രത പാലിക്കണം. പക്ഷേ കുട്ടികളുടെ തെറ്റിന്റെ പേരിൽ രക്ഷാകർത്താക്കളാണ് ഉത്തരവാദികളെന്ന് എപ്പോഴും പറയാൻ കഴിയില്ല. രക്ഷാകർത്താക്കളുടെ ഭാഗത്ത് കുട്ടികളുടെ തെറ്റിലേക്ക് നയിക്കുമ്പോൾ ഇതെല്ലാം രക്ഷിതാക്കൾ തന്നെയാണ് സാറേ. വെറുതെ എന്തിനാ പറഞ്ഞു? രക്ഷിതാക്കൾ 100% രക്ഷിതാക്കൾ അവരെടുക്കുന്ന ഇത് വരണ്ട്. നമുക്ക് തന്നെ അറിയാവുന്ന എത്രയോ പേർ ഉണ്ട് സുകുമാരൻ. അത് ചിലപ്പോൾ രക്ഷിതാക്കളുടെ കുഴപ്പം കൊണ്ട് മാത്രമാവണമെന്നില്ല. രക്ഷിതാക്കളുടെ കുഴപ്പമുണ്ട്, ആ തരത്തിലേക്ക് കുട്ടികൾ മാറിപ്പോകുന്നവരുമുണ്ട്. അല്ലാതെ സ്വന്തം നിലയിലൊക്കെ കുട്ടികൾ മാറിപ്പോകുന്നവരുണ്ട്. എല്ലാത്തിനും ഒരേ കണ്ണിലൂടെ കാണാൻ കഴിയില്ലോ. ഇവരെ വയസ്സെത്ര സാറേ? എല്ലാം ചെറിയ കുട്ടികളാണ്. 16 വയസ്സൊക്കെയാണ് ഉള്ളത്. അതാ പറഞ്ഞു, 16 വയസ്സുകൊണ്ട് ഇത്ര കൂടുതലായത്. ഇവർ കുറച്ചുകൂടെ പ്രായമായി എന്തായിരിക്കും ഇവരെ അവസ്ഥ? കുറച്ചുകൂടെ പ്രായമായി ഇവരെ നാട്ടിൽ നില നിർത്താൻ പറ്റില്ലവരാ? കൊല്ലൂലേ? താങ്കളുടെ അഭിപ്രായം. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ ഷാജി, താങ്കൾ എങ്ങനെയാണ് ഇത്തരം ഒരു വിഷയത്തെ സമീപിക്കുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. ഈ സമൂഹത്തിൽ തെറ്റായ സന്ദേശം കൊടുക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഈ പ്രതികൾക്ക് സത്യത്തിൽ പറയുകയാണെങ്കിൽ പരീക്ഷ എഴുതാൻ അനുവാദം കൊടുക്കരുത്. അങ്ങനെ കൊടുക്കാതിരിക്കാൻ നമ്മുടെ നിയമം അവർ ഇപ്പോൾ അവരുടെ നേരെ കോടതി ശിക്ഷിച്ചിട്ടില്ല. ശിക്ഷിച്ചാൽ തന്നെയും പരീക്ഷ എഴുതാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ അത് തെറ്റായ സന്ദേശമല്ല കൊടുക്കുന്നത്. അതിപ്പോൾ ഒരാൾ കുറ്റവാളി ആണ് എന്ന് തെളിഞ്ഞാൽ പോലും അയാൾക്ക് പഠിക്കാനും കൂടുതൽ പഠനം ഉണ്ടാകുമ്പോൾ അവർ കൂടുതൽ ശരിയുടെ മാർഗത്തിലേക്ക് തെറ്റിദ്ധരുത്തി വരികയല്ല ചെയ്യുന്നത്. അത് ശരിയാ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ ഒരു വൈകാരിക വശമുണ്ട്. അത് ഞാൻ ഒരിക്കലും നിഷേധിക്കുന്നില്ല. മറ്റൊരു കുട്ടിക്ക് പരീക്ഷ എഴുതിക്കാൻ കാരണക്കാരായ മനുഷ്യർ പരീക്ഷ എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദേഷ്യമൊക്കെ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകും. പക്ഷേ ഒരു സമൂഹത്തിൻ്റെ നിയമം, വൈകാരികതയ്ക്കപ്പുറം ചില നിയമങ്ങൾ കൂടി, നീതി കൂടി നടപ്പാക്കേണ്ടതുണ്ടല്ലോ. ശരി. ശ്രീനിവാസനാണ് കോഴിക്കോട് നിന്നും. താങ്കൾക്ക് പറയാം. ശ്രീനിവാസൻ, ആ TV ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? ശ്രീനിവാസൻ, താങ്കൾ കേൾക്കാമെങ്കിൽ ആ TV മ്യൂട്ട് ചെയ്താൽ ഉപകാരമായി. ഗീതയാണ് പാലക്കാട് നിന്നും. ശ്രീമതി ഗീത, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഞാൻ ഈ വിഷയത്തെ കാണുന്നത് ഇത് ചെയ്തത് വളരെ മോശമായ രീതിയിലാണ്. കാരണം ഒരു 10ാം ക്ലാസ്സുകാരനെ, ഒരു നിരപരാധിയായ ചെക്കന് എന്ത് വൈരാഗ്യം ഉണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യരുതായിരുന്നു. ഒരിക്കലും ഒരു അമ്മയുടെ അച്ഛന്റെയും ദുഃഖം മനസ്സിലാവാതെ അവർക്കും ഉണ്ട് അച്ഛനും അമ്മയും, പിന്നെ ഒരു സഹപാഠി. അപ്പൊ ഒരു ഇത്രയും പ്രായം അവന് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളോടെയാണ് അവൻ ഒരു ദിവ്യാസത്തിലേക്ക് കടക്കുന്നത്, അല്ലേ? അതെ. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ അക്രമാസക്തരായ കുട്ടികൾ അവിടെ വളർന്ന സ്ഥിതിക്ക് ഈ കുട്ടീനെ ഇങ്ങനെ ചെയ്ത് ആ കുട്ടി മരിച്ചു, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഇവരെ വീണ്ടും 10ാം ക്ലാസ്സിൽ ജയിപ്പിച്ചിട്ട് എന്തിന്, എവിടെ കൊണ്ടിരുത്താൻ? അതാ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തെ നിയമത്തിന് അവർ കുറ്റവാളികൾ ഇപ്പോൾ അവർ സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്ന ആളുകളാണ്. അവരെ ഇനി നാളെ കോടതി കുറ്റവാളികളാണ് എന്ന് കണ്ടെത്തിയാൽ പോലും അവർക്ക് പഠിക്കാനുള്ള അവസരം നിഷേധിക്കാറില്ല. ഇവരെ ജയിലിൽ കൊണ്ടുപോയിട്ട് നല്ല ഫുഡും കൊടുത്ത് നല്ല എനർജറ്റിക് ആയിട്ട് പുറത്തേക്ക് വിടാനോ? അതെയോ? നമ്മളെ ഒരു ജയിലിലിടുന്നതിന്റെ ആ മാതാപിതാക്കളുടെ ദുഃഖം തിരിച്ചു കിട്ടുമോ? അതൊരിക്കലുമില്ല, ഒരിക്കലും അതില്ല. അതിന് എന്ത് ചെയ്താലും മാതാപിതാക്കൾ അവരുടെ നഷ്ടത്തിന്റെ നഷ്ടം നമുക്ക് വളർത്തുകയാണ്. ക്രിമിനൽസുകളെ വളർത്തി കൊണ്ടുവരാണ്. ഈ കേരളം നമ്മുടെ എങ്ങോട്ടാണ് പോക്ക്?
ശരി, താങ്കളുടെ വൈകാര്യാവസ്ഥ കൂടി മനസ്സിലാവുന്നു. സ്വാഭാവികമാണ് അത്തരത്തിലേക്കുള്ള പ്രതികരണങ്ങൾ. ഒരു കുട്ടിയുടെ ജീവിതം ഇല്ലാതെയായി തീർത്ത ആളുകളോടുള്ള അത്തരത്തിൽ പ്രതികരണം അങ്ങനെ ആർക്കും ഉണ്ടാവാനും സാധ്യതയുണ്ട്. ശ്രീ നിയാസ് ആണ് പൂജപ്പുരയിൽ നിന്ന്. ശ്രീ നിയാസ്, പറയാം. നമസ്കാരം. നമസ്കാരം. നമ്മളെ നിയമം ചെറു കുട്ടികൾ വരെ ഭയക്കാതായിരിക്കുകയാണ് നമ്മുടെ നിയമം എന്ന് പറയുന്നത്. ഇവിടെ ഏതൊരു തെറ്റിനെയും ന്യായീകരിക്കുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്, രാഷ്ട്രീയ പാർട്ടികളാണ്, രാഷ്ട്രീയ യൂണിയനുകളാണ്. പക്ഷെ ഇതിനകത്ത് ഇത്തരം തെറ്റുകളിലൊന്നും കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ന്യായീകരണവുമായി രംഗത്ത് വന്നിട്ടില്ലല്ലോ. അങ്ങനെ ഈ സമാന സംഭവങ്ങളിൽ വരാറില്ല. ന്യായീകരണമായിട്ട് വന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അനുകൂല ഈ തെറ്റിനെ അനുകൂലമായി ചിത്രീകരിക്കുന്ന ഒരു ഇതാണ് ഇന്ന് ആ കുറ്റവാളികളെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിച്ചത്. അത് നിയമമല്ലേ, രാജ്യത്തിന്റെ നിയമം പാലിക്കാതിരിക്കാൻ കഴിയുമോ? ഇപ്പൊ തലസ്ഥാന നഗരിയിൽ തന്നെ നമ്മളെല്ലാം ഈ മയക്കുമരുന്നിനെതിരെ നമ്മൾ സംസാരിക്കുമ്പോൾ തലസ്ഥാന നഗരിയിൽ തന്നെ മാനവീയം എന്ന് പറഞ്ഞൊരു റോഡുണ്ട്, നമ്മൾ ആൽത്തറ മൂട് തിരുവനന്തപുരത്ത്. അറിയാം. നിങ്ങളുടെ ക്യാമറ ഒന്ന് 7 മണി മുതൽ രാത്രി 11 മണി വരെ അവിടെ നിന്ന് ഓൺ ചെയ്ത് വെച്ചാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നുള്ളത്. തലസ്ഥാന നഗരിയിലാണ് മാനവീയ രീതിയിൽ അങ്ങനെ ചില പരാതികളൊക്കെ ഉണ്ടായിരുന്നു. ആ പരാതികളൊക്കെ പോലീസ്, എനിക്ക് തോന്നുന്നു ഇപ്പോഴും അങ്ങനത്തെ പരാതികളില്ല. അവിടെ അങ്ങനെയല്ല, അവിടെ കൾച്ചറായുള്ള വലിയ കാര്യങ്ങളും സാംസ്കാരിക കാര്യങ്ങളും നടക്കുന്ന ഇടം കൂടിയാണത്. അവിടെ അങ്ങനെ ചില അനധികൃത എലമെന്റുകളൊക്കെ കടന്നുകൂടിയിരുന്നു ചില സമയത്ത്. തെറ്റുകൾ നടക്കുന്നുണ്ട്. മെനഞ്ഞാന്ന് ഞാൻ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് 1/2 മണിക്കൂർ അവിടെ നിന്നപ്പോൾ എന്റെ കണ്ണുകൊണ്ട് കണ്ടാണ്, പക്ഷെ ഞാൻ മൊബൈലിൽ പകർത്താൻ തയ്യാറായില്ല. ശരി, ഓക്കെ, ശരി. എന്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ ചെറു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഭയക്കണം, നിയമത്തെ ഭയക്കണം, അല്ലാതെ രാഷ്ട്രീയ സ്വാധീനം ഒന്നിലും പാടില്ല. പക്ഷെ ഈ കുട്ടികളെ പരീക്ഷ എഴുതിപ്പിച്ചത് പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രചോദനമായി ഇതിനെ ഞാൻ കണക്കാക്കുന്നു. കാര്യമെന്ന് പറഞ്ഞാൽ തെറ്റിന് ഭയക്കാത്ത രീതിയിലുള്ള ഒരു പ്രചോദനമായി ഇനി ഈ നിയമം കണ്ടുകൊണ്ട് ഇനി കുറച്ച് ആൾക്കാർ ഈ പാർട്ടിയിലോട്ടൊക്കെ പോകും. കൊച്ചുകുട്ടികൾ തെറ്റുകൾ ചെയ്താൽ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പാർട്ടികളുണ്ടെന്നുള്ള ഇതിൽ അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്കൾ പറഞ്ഞത് മനസ്സിലായി. പക്ഷേ രാജ്യത്തെ നിയമമാണ്. ഏതെങ്കിലും കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ, നമ്മളെപ്പോഴും എല്ലാത്തിനും പാർട്ടികളെ കുറ്റം പറയുന്നവരെ, കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഏതെങ്കിലും അതിന് ഒരു പാർട്ടിയും ഇതിനെ അനുകൂലിച്ച് കുറ്റവാളികളെ അനുകൂലിച്ച് രംഗത്ത് വന്നിട്ടുമില്ല. അല്ല, ഇപ്പോഴത്തന്നെ ഒരു ചാനലില് 800 എക്സൈസ് വണ്ടികളുള്ള വാഹനത്തിന് 200 ഡ്രൈവറെ ഉള്ളെന്നാണ് പറയുന്നത്. ഗവൺമെന്റ് ഇതെല്ലാം അതിനകത്തുള്ളതാണ്. തെറ്റിനെ ന്യായീകരിക്കുന്ന കേരളമായി മാറി ആഭ്യന്തരം തകർന്നു കേരളത്തില്. ശരി, ഓക്കെ. ശ്രീ നിയാസാണ് പൂജപ്പുരൻ. ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, താങ്കൾ കുറെ കൂടി ജീവിതാനുഭവവും പരിചയമൊക്കെ ഉള്ള ആളാണ്. താങ്കൾ എങ്ങനെയാണ് ഇത്തരം ഒരു വിഷയത്തെ കാണുന്നത്? കിരൺ, ദയവായി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. കാരണം ഇതിനെ കിരൺ ജനത്തിന്റെ അഭിപ്രായം അറിയാനാണ് നമ്മൾ ഈ പങ്ക്തി വച്ചിരിക്കുന്നത്. നമ്മൾ ഈ 1 മണിക്കൂർ അത് തർക്കിച്ച് അത് വേസ്റ്റ് ആക്കാനല്ല. അതുകൊണ്ട് ഞാൻ ദയവായി പറയാണ്, ജനങ്ങളുടെ അഭിപ്രായം കേൾക്കൂ. തീരെ സഹിക്കാൻ പാടുന്ന മാത്രം പ്രതികരിച്ചാൽ പോരെ. കിരൺ തുടക്കം തൊട്ടേക്കുള്ള കുഴപ്പം ഇതാണ്. എതിർത്ത് അവര് എന്ത് ന്യായീകരിക്കേണ്ട രീതി സംസാരിക്കരുത്. അവർ ചെയ്ത തെറ്റ് വലിയതാണ്, ചെറുതൊന്നും അല്ല. ഈ ഭൂലോകത്ത് മനുഷ്യന് ജീവിക്കാനുള്ള അവകാശമാണ് ഏറ്റവും വലിയ അവകാശം. പരീക്ഷ എഴുതാനല്ല, ജീവിക്കാനുള്ള ആ അവകാശം തല്ലിക്കെടുത്തി ആ ഒരു കുടുംബത്തിന് നശിപ്പിച്ച ആ കുട്ടികൾക്ക് ഇപ്പൊ പരീക്ഷ എഴുതിയില്ലെന്ന് വെച്ചിട്ട് വലിയൊരു നമ്മുടെ നിയമം പണ്ട് പറഞ്ഞ പോലെ മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ സ്വയം മാറ്റണം പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ മാറ്റിയേ പറ്റുള്ളൂ. കാരണം ജീവിക്കാനുള്ള അവകാശമാണ് ഏറ്റവും വലിയ അവകാശം. ഇതിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ കുട്ടികളുടെ ഒരു വീഡിയോ ഇവിടെയാണോ എന്ന് അറിയാൻ പാടില്ല, ഒരു ഫോൺ കോൾ കണ്ടു. ഇത് ചെയ്താൽ നമുക്കിട്ട് ആരും ഒന്നും ചെയ്യാൻ പോലുള്ളതാണ്. അത് നിങ്ങളുടെ ചാനലിൽ ഞാൻ കേട്ടെന്ന് തോന്നുന്നു. ഇത് പ്രചോദനമാണിത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ജനത്തിന്റെ അഭിപ്രായം കേൾക്കും. ശ്രീ ശശിധരൻ, ശരി. താങ്കൾ, ഞാൻ ആ തുടക്കം പോലെ ഞാൻ ഇൻട്രോ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, രാജ്യത്ത് ഒരു നിയമമുണ്ട്. ചില സമയത്ത് ആ നിയമത്തിനനുസൃതമായിട്ടായിരിക്കത്തില്ല വൈകാരികത. ആ വൈകാരികതയ്ക്ക് അനുസരിച്ച് എപ്പോഴും ഒരു ഭരണകൂടത്തിന് പ്രവർത്തിക്കാനാവില്ല. നിയമത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. ഇല്ലെങ്കിൽ നിയമ ഭേദഗതി കൊണ്ടുവരണം. അതെങ്ങനെയാണ് ഇപ്പോൾ ഇവർ കുറ്റവാളികളാണോ ഇല്ലയോ എന്നൊക്കെ കണ്ടെത്തണ്ടേ? അതിനുശേഷമല്ലേ ഇവരെ ജയിലിൽ തന്നെ വിടാൻ കഴിയും? അല്ല, സ്വന്തം ഒരു ജഡ്ജിയുടെ മുമ്പിൽ വെച്ച് പോന്നാലും ശരി, ആ ജഡ്ജി വിധിച്ച അതിന്റെ മേൽക്കോടതി ചെല്ലുമ്പോൾ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയെന്ന് വരും. അപ്പൊ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതുവരെ ചെയ്തു എന്നുള്ളത് സമൂഹ മനസാക്ഷിക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. സമൂഹ മനസാക്ഷി നമ്മളാരും കണ്ടിട്ടുള്ള ഒന്നല്ല. ഞാൻ ഒരിക്കലും ഏത് പ്രതിയായാലും ആ പ്രതികളെ ഒരിക്കലും ന്യായീകരിക്കല്ല. പക്ഷേ പ്രതികൾക്ക് കൂടി അവകാശമുണ്ട്. ഒരു കാരണവശാലും വെള്ളപൂശരുത്. കാരണം ഇത് നമ്മൾ ഒരിക്കലും ശശിധരൻ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അവരെ വെള്ളപൂശിക്കല്ല. പക്ഷെ ഒരു സമൂഹത്തിലൊരു നിയമമുണ്ട്. ഇനി അവർ കൊലയാളികളാണ്. ഒരു സീരിയൽ വലിയ 10 പേരെ 100 പേരെ കൊന്ന ഒരാളാണെങ്കിൽ പോലും അയാൾക്കും നമ്മുടെ നിയമം ചില അവകാശങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ അത് പാലിക്കാൻ എപ്പോഴും ഭരണകൂടം അല്ലെങ്കിൽ ആരാണോ പോലീസ് സംവിധാനം, ആ പോലീസ് സംവിധാനം ബാധ്യസ്ഥരല്ലേ? ഇത് അവകാശം മാത്രമല്ല കിരണേ, ഇത് നിയമം മൂലം തെറ്റായ കാര്യം തിരുത്തിയ ഒരുപാട് നിയമങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് ഭീകരമാണ്.
കാരണം ഇത് ഭീകരം, കാരണം ചെറുപ്രായമാണ് അവിടെ. നാളെ ശരി, താങ്കളുടെ വികാരം എനിക്ക് പൂർണ്ണമായും മനസ്സിലാവുന്നുണ്ട് ശ്രീ ശശിധരൻ. അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ എപ്പോഴും രാജ്യത്തിൻ്റെ നിയമങ്ങൾ വരുമ്പോൾ നിയമപാലകർക്ക് നിയമത്തിൻ്റെ വശങ്ങൾക്ക് കൂടെ നോക്കേണ്ടി വരും. അത്തരം മാനവികമായ കാര്യങ്ങൾ കൂടി അവർക്ക് ചില ഘട്ടത്തിൽ നോക്കി മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. വൈകാരികത മാത്രമല്ല രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ ആധാരം എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. ശ്രീ വിജയനാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ വിജയൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്തേ സാറേ. നമസ്കാരം. ഇത് ആ കുട്ടികളെ കൊണ്ട് പരീക്ഷ എഴുതിക്കായിരുന്നു. ഒരു കാരണം വെച്ചാൽ അവർക്ക് അതിനുള്ള യോഗ്യതയില്ല. അവര് പരീക്ഷ എഴുതി, സാറേ ഞാനത് പറഞ്ഞോട്ടെ, അവർക്ക് പരീക്ഷ എഴുതി കൂടുതൽ പഠിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇതേപോലുള്ളത് ചെയ്യത്തതേ ഉള്ളൂ. ഒരു കാരണം വെച്ചാലും അവരെ ഇതിന് ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒരു കാരണവശാലും ഇത് ചെയ്യരുതായിരുന്നു. വീട്ടിലെ അതിന്റെ തന്തയും തള്ളയും ഒക്കെ എന്തും വേണ്ടി അനുഭവിച്ചാണ് സാറേ. ശരിയാണ്, അത് അത്രത്തോളം വേദനയിൽ നിൽക്കുകയാണ്. ആ ഒരു മനസാക്ഷി പൊതുവായി അത്തരത്തിൽ ചിന്തിക്കുമെന്നൊന്നും സംശയമില്ല. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്, ഒരു ഭാഗത്ത് നിയമം നിൽക്കുന്നു, മറുഭാഗത്ത് സമൂഹത്തിന്റെ ഒരു പൊതുവികാരം നിൽക്കുന്നു. താങ്കൾ എങ്ങനെയാണ് ഇത്തരമൊരു വിഷയത്തെ സമീപിക്കുന്നത്? ഞാൻ സമൂഹത്തിന്റെ പൊതുവികാരത്തോടു കൂടി നിൽക്കും. കാരണം ആ കൊലപാതക ആ കുട്ടി ആശുപത്രിയിൽ കിടക്കുമ്പോൾ നമ്മൾ ഇവരെ ചാറ്റ് ചെയ്തതൊക്കെ പുറത്തു വന്ന വോയിസ് ക്ലിപ്പൊക്കെ പുറത്തു വന്നെയാണ്. നീ പോയി കണ്ടില്ലേ, അവന്റെ കണ്ണില്ല, ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് കൊന്നു, കൊല്ലൂന്ന് പറഞ്ഞ് കൊന്നു. അത്രയും ഒരു കുട്ടി അവിടെ ആശുപത്രിയിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ പറയുമ്പോൾ ഈ കുട്ടികളുടെ മനസ്സെന്താണ് നമ്മൾ ചിന്തിക്കണ്ടേ? ഇപ്പൊ ഒരു കുട്ടി പിന്നെ പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചു കഴിഞ്ഞാൽ അവനെ പിന്നെ പരീക്ഷ എഴുതാൻ സമ്മതിക്കുന്നില്ല. ഇതൊരു കൊലപാതകം ചെയ്തതാണ്. നേരത്തെ ഒരു അച്ഛനായ പ്രേക്ഷകൻ പറയുന്നുണ്ടായിരുന്നു, ഭാവി പരീക്ഷ എഴുതിക്കോട്ടെ, ഭാവിയല്ലേ, കുട്ടികളെ ഭാവിയല്ലേ ഇത്. എന്ത് ഭാവിയാണ് ഇവർക്കൊക്കെ വേണ്ടത്? ഒരു അങ്ങേത്തലക്ക് മരിച്ച് മണ്ണോട് ചേർന്ന ഒരു കുട്ടി, അവരുടെ അച്ഛൻ എന്ത് ഭാവി പ്രതീക്ഷിച്ചാണ് ആ കുട്ടിയെ വളർത്തിയത്? ആ കുട്ടിയൊന്നും ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിന് പോകുന്നതല്ല. പിന്നെ സാറ് പറയുന്നുണ്ട് ഇവർ കുറ്റവാളികളെ നമ്മള് പിന്നെ നമുക്കറിയില്ലല്ലോ എന്ന്. സാറേ, ഇത് ഫുള്ള് പബ്ലിഷ് ആയതാണ്. ഇവർ തന്നെയാണ് കുറ്റം സമ്മതിക്കുന്നത്. ഈ കുട്ടികൾ തന്നെയാണ് ഇവരുടെ വായിൽ കൂടി തന്നെ വരുന്നതാണ്. അവന്റെ കണ്ണ് കണ്ടോ, കൊന്നില്ലേ, കൊല്ലൂ എന്ന് പറഞ്ഞാൽ കൊന്നില്ലേ എന്നെല്ലാം പറയുന്നത്. അങ്ങനെയുള്ള സമയത്ത് ഇത് ഈ പരീക്ഷ എഴുതിക്കാൻ പാടില്ല. കാരണം കിടക്കണം. ഇത് ഇപ്പൊ പരീക്ഷ എഴുതി ജയിച്ച് അടുത്ത വരുന്നതെന്നറിയോ, വല്ല നേഴ്സിങ്ങിന് പോകും. അന്ന് കോട്ടയത്ത് ചെയ്ത പോലെ അടുത്ത നേഴ്സിങ്ങിന് പോയിട്ട് ബാക്കിയുള്ളവന്റെ കൂടെ വലിച്ചു കീറും. ഇങ്ങനെയുള്ള സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല. ജയിലിലേക്ക് തന്നെ വിടണം. പരീക്ഷ എഴുതിക്കോട്ടെ, പിന്നെ എഴുതട്ടെ. പരീക്ഷ എഴുതി ഇവരൊക്കെ ജയിച്ചിട്ട് എന്താണ് വേണ്ടത്? സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോഴേ ഈ ക്രിമിനൽ വാസന. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇന്നെങ്കിലും ഞാൻ വിചാരിച്ചു, ഇന്നലെ രാത്രി കിടന്നപ്പോഴെങ്കിൽ ഞാൻ വിചാരിച്ചു ഇന്നെങ്കിലും ഒരു കൊലപാതകം കേൾക്കാതെ രാവിലെ എണീക്കാണ്. ഇന്നലെ 4 കയറിയേക്കുന്നത്. ശരിയാണ് ശ്രീ സന്തോഷ്. എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇത്തരം കൊലപാതകങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത്തരം ക്രൂരത, കൊലപാതകത്തിൻ്റെ തന്നെ എല്ലാ കാലത്തും അക്രമവും കൊലപാതകങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ എണ്ണം പെരുകുന്നു എന്നുള്ളതും അതിൻ്റെ ക്രൂരതയുടെ ആഴം വർദ്ധിക്കുന്നു എന്നുള്ളതും ഒക്കെ യാഥാർത്ഥ്യം തന്നെയാണ്. അത്തരത്തിലെ കൊലപാതകം പിന്നെ കൂടുതൽ വാർത്തകൾ വരുന്നത് കൊണ്ടുകൂടിയാണ്, മുൻകാലങ്ങളെക്കാൾ കൂടുതൽ ഇത്തരം സംഭവങ്ങൾ സമൂഹം അറിയുന്നത് കൊണ്ടുകൂടിയാണ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. എന്തായാലും അത്തരം മാറ്റങ്ങൾ സമൂഹത്തിൽ ഗൗരവമായി വരുന്നുണ്ട്. അത് സമൂഹം ആകെ തിരുത്തേണ്ട ചില ഘട്ടങ്ങൾ കൂടിയാണ്. അത്തരമൊരു തിരുത്തലിന് ഒരു ബോധപൂർവമായ ഒരു മനസാക്ഷി പരിശോധനയ്ക്ക് കേരളീയ സമൂഹം തയ്യാറാവേണ്ട ഒരു ഘട്ടത്തിൽ കൂടിയാണ്. എന്താണ് ഇത്ര നമ്മുടെ കൊച്ചുകുട്ടികളടക്കം കൊലപാതകത്തിന് ശേഷവും, നേരത്തെ പലരും പറഞ്ഞ പോലെ കൊലപാതകത്തിന് ശേഷവും അയാൾ മരിക്കാൻ കിടക്കുകയാണെന്ന് അറിയുമ്പോഴും അവർ പറയുന്നത് അതിൻ്റെ വീരകൃത്യത്തെക്കുറിച്ചൊക്കെയാണ്. എങ്ങനെയാണ് ഈ 16 വയസ്സുള്ള കുട്ടിക്ക് ഈ മട്ടിലൊക്കെ ചിലപ്പോൾ കുട്ടികൾ തമ്മിൽ അടിയുണ്ടാവുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയും ചിലപ്പോൾ അറിയാതെ കൊല്ലാൻ ആ തരത്തിലൊക്കെ പണ്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനുശേഷവും പോലും ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അത്തരത്തിൽ എങ്ങനെയാണ് ഇവർ ചിന്തിക്കുന്നതെന്നോ അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിനും നമ്മുടെ പഠന സംവിധാനത്തിനും സമൂഹത്തിനും ഒക്കെ കൂടി അതിൽ കുഴപ്പമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? അപ്പൊ ഞാൻ പറയുന്നത് വ്യത്യസ്ത അഭിപ്രായമാണ്. കാരണം ഈ കാലത്ത് കുട്ടികളെ പരീക്ഷ അനുഭവിക്കാൻ പാടില്ല. ഞാൻ സാധാരണ മനുഷ്യവശത്തു നിന്ന് അഭിപ്രായം പറഞ്ഞ ആളാണ്. ഇത് തീർത്തും തെറ്റാണ്. കാരണം ഈ കുട്ടിക്ക് കഠിനമായ ശിക്ഷ തന്നെ കൊടുക്കണം. കാരണം ഞാൻ പറയുന്ന മനുഷ്യത്തെ എന്താണെന്ന് കൊടുക്കുക, കുട്ടികളെ പോലീസുകാർ കുറിച്ചുകൊണ്ട് വെച്ച് ഈ നല്ലോണം പടക്കളിക്കുക. നാളെ ഇത് ആവർത്തിക്കാൻ പാടില്ല. വേറെ കുട്ടികൾ നാളെ സ്കൂളിൽ പോയി കുട്ടികൾ പറയണ എന്നെ വല്ലാണ്ട് അടിച്ചിടാൻ മൂത്ര വയ്ക്കും ചോന്ന് കാണാന്ന് പറയണം കുട്ടികൾ. അങ്ങനെയൊക്കെയാണ് ഈ കുട്ടിയൊക്കെ. ഇത് കൊടും കൂടുതൽ കാലം ഒരു കുഞ്ഞു മക്കളെ നമ്മൾ ജനിപ്പിച്ചിട്ട് ആ കുട്ടീനെ പഠിപ്പിച്ച് വളർത്തി വന്നിട്ട് അച്ഛനും അമ്മയും കൂടി എന്തുമാത്രം പ്രിയക്കാൻ നിൽക്കുന്നത്. അച്ഛനും മരിച്ചാക്കെ വിഷമം. ഞാൻ കുറച്ച് ഇതായിട്ട് പിള്ളേരിന് ശ്രമിക്കുക.
ശരി, എനിക്ക് സ്വാഭാവികമായും മനസ്സിലാവുന്നുണ്ട് ശ്രീദാസൻ. താങ്കളുടെ എല്ലാ ദിവസവും കേൾക്കുന്നതാണല്ലോ. താങ്കൾ ഇത്തരം ഒരു വൈകാര്യത വരുമ്പോൾ ആളുകൾക്ക് ആ തരത്തിലേക്കുള്ള നമ്മളുടെ കുട്ടിക്ക് സംഭവിച്ചാൽ എന്ത് പറ്റും, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചിന്തിക്കുക എന്നുള്ള മട്ടിലൊക്കെ ആളുകൾ ചിന്തിക്കാറുണ്ട്. ശ്രീ മോഹനാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ മോഹൻ, താങ്കൾക്ക് പറയാം. സാറേ, ഞാൻ കുറച്ചു നേരം കൊണ്ട് ഇത് കണ്ടോണ്ടിരിക്കുവാണേ, ഈ ന്യൂസ് കേട്ടോണ്ടിരിക്കുവാണ്. കാരണം 15 വയസ്സുള്ളവൻ അവന് നിയമപരമായിട്ട് അവന് പരീക്ഷ എഴുതാമെന്ന് പറയുന്നു. അപ്പൊ ഈ 15 വയസ്സ് ഉള്ളവൻ ഒരാളുടെ ജീവൻ കളയുന്നതിന് അവന് നിയമമില്ലേ? നിയമമുണ്ടോ? അതിന് അവനെ ശിക്ഷ കൊടുക്കണം, അങ്ങനെയാണല്ലോ. ശ്രീ മോഹൻ, അവരിപ്പോൾ അവരെ നേരെ ജയിലിൽ വിടാൻ കഴിയാത്തതുകൊണ്ട് 18 വയസ്സിൽ താഴെയുള്ളവരെ ജുവനൈൽ ജസ്റ്റിസ് പ്രകാരമുള്ള ഒരു കേന്ദ്രത്തിലേക്കാണ് വിട്ടിരിക്കുന്നത്. അവിടെ അവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയുള്ള അതിക്രമങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. കാരണം ഒരു സ്കൂളിൽ നമ്മളെല്ലാം പഠിക്കുന്ന സമയത്ത് ഒരു ടീച്ചറെ കാണുവാണെങ്കിൽ മുണ്ടെടുത്തിട്ട് പോയാൽ ഉടനെ മുണ്ടഴിച്ചിടണം. ഇന്നത്തെ കുട്ടികളുടെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറെ കണ്ടാൽ മുണ്ട് ഉരിഞ്ഞ് തലയെ കെട്ടുന്ന ഒരു സിറ്റുവേഷനാണ് ഇന്നത്തെ ഉള്ളത്. കാരണം അവന്റെ കൂടെയാണ് ഇന്നത്തെ നിയമം ഉള്ളത്. ആ ടീച്ചർ അവനെ എന്തെങ്കിലും ഇത് കാണിച്ചു കഴിഞ്ഞാൽ ആ ടീച്ചറിന്റെ ജോലി പിന്നെ വലിയ കഷ്ടമാണ് അയാൾക്ക് ജോലി ചെയ്യുന്ന കാര്യം. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശ്രീ മോഹൻ, അത് പല ഘട്ടത്തിലും ചില ഘട്ടത്തിലൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് നന്നായി എന്ന് തോന്നുമ്പോഴും ആ ഘട്ടത്തിലുമൊക്കെ ഇതൊക്കെ നന്നായി ദുരുപയോഗം ചെയ്ത ആളുകളുമൊക്കെ ഉണ്ട് ഒരുപാട്. എന്നുവരേക്കും കുട്ടികളെ ഇത്രയും നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ടീച്ചർമാരുമായിട്ടുള്ള ആ ഒരു ബന്ധം ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ളതെല്ലാം നടക്കാനാണ് ഇനിയും സാധ്യത. ശരി, അതൊരു കാര്യം പ്രധാനപ്പെട്ടത് തന്നെയാണ്. അധ്യാപകരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുന്ന അധ്യാപകർക്കാണ് കുട്ടികളെ. അതിന് ആ തരത്തിലേക്കുള്ള ഒരു സാമൂഹിക വ്യവസ്ഥ കൂടി വേണ്ടതാണ്. അതിന് ഈ നിയമങ്ങൾ മാറ്റിയതുകൊണ്ട് മാത്രമല്ല അത്തരം വിഷയങ്ങൾ, അതൊക്കെ ഓരോരുത്തരും ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തത്തിൻ്റെ വ്യക്തിപരമായി എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തും. ശ്രീ ശിവദാസൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴെന്ന് പറഞ്ഞാല് സാറുമാരെ ഭയമില്ല, അച്ഛന്മാരെ പേടിക്കുന്നില്ല, അമ്മമാരെ പേടിക്കുന്നില്ല, മാമന്മാരെ പേടിക്കുന്നില്ല. ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പരസ്പരം സംസാരിക്കുന്ന ശത്രുക്കളായിരിക്കുന്ന കാലമാണ്. കാരണം ഏതാണ് ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ഇപ്പോഴത്തെ പിള്ളേരോട് ചോദിക്കാൻ പറ്റൂല. ഇപ്പോഴത്തെ പിള്ളേരോട് ചോദിക്കാൻ പറ്റൂല. ടീച്ചറിന് അടിക്കാൻ പറ്റൂല, അച്ഛനമ്മയ്ക്ക് അടിക്കാൻ പറ്റൂല, കാരണവന്മാർക്ക് അടിക്കാൻ പറ്റൂല. എങ്കിൽ ഒരു അടി കൊടുത്താൽ അച്ഛനമ്മയും കൂടി നേരെ അവിടെ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ട് ആ സാറിന്റെ വീട്ടിൽ പോയി അവിടെ അടി ഉണ്ടാക്കിയിട്ട് സ്കൂളിലും പോകും. അദ്ദേഹത്തിനെ വെളിയിലാക്കും, അദ്ദേഹത്തെ വെളിയിലേക്ക് കോടതി കയറും. തിരിച്ച് അടിച്ചല്ല ശ്രീ ശിവദാസൻ, ഒരിക്കലും അത് പണ്ടത്തെ ഒരു സിസ്റ്റം ആയിരുന്നു. കുട്ടികൾ അടിച്ചാൽ നന്നാവും എന്നുള്ളത്. അങ്ങനെ അടിച്ചതുകൊണ്ട് ആളുകൾ നന്നാവുന്നൊന്നുമില്ല. അത് ആധുനിക സമൂഹമെല്ലാം തന്നെ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള മർദ്ദനം കുട്ടികൾക്ക് മേൽ വരുത്തുന്നതിന് എതിരായിട്ടുള്ള നിയമമാണ് എല്ലാ രാജ്യത്തും ഉള്ളത്. അടിക്കാൻ പറഞ്ഞില്ല സാറേ, അടിക്കാൻ പറഞ്ഞില്ല. പിന്നെ ഒരു കാര്യം പറയട്ടെ, പരീക്ഷ ഇത്രയും ഒരു കോപ്പി അടിച്ചാൽ പോലും 3 വർഷം മുതൽ 5 വർഷം ശിക്ഷയുള്ള ഈ ഭരണ രീതിയിൽ ഈ പാവപ്പെട്ട ഒരു കൊച്ചെറുക്കനെ അടിച്ചു കൊന്നപ്പോൾ ഇപ്പൊ SSLC പരീക്ഷ എഴുതിപ്പിക്കാൻ ആരാ പറഞ്ഞത്? കോടതി പറഞ്ഞെങ്കിലും നമുക്കൊരു രീതിയുണ്ട്, കോടതി പറയത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് എഴുതിക്കാതിരിക്കാനാവില്ല. എഴുതിക്കാതിരിക്കുന്നതിനെതിരെ കോടതിയിൽ പോയാൽ സ്വാഭാവികമായും കോടതിക്ക് മുന്നിൽ മറുപടി പറയേണ്ടി വരികയും ചെയ്യും. മറുപടി പറയേണ്ടി വരാറ് എനിക്കറിയാം. അതിനോട് അണ്ടർസ്റ്റാൻഡ് ഓക്കെ, എനിക്കറിയാം. പക്ഷേ സാർ മനസ്സിലാക്കേണ്ട കാര്യം, അവർക്ക് പിന്നെ സമയം ഉണ്ടായിരുന്നല്ലോ. ഇത്തിരി കുട്ടി കൊണ്ട് അത് ശരിയാണ്. പൂർണ്ണമായും അവരുടെ ഒരു തെറ്റിനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതൊന്നുമല്ല. പക്ഷെ ആ തെറ്റിലേക്ക് ആ കുട്ടികൾ പോകുമ്പോൾ ഈ സമൂഹത്തിന് കൂടി അതിന് ഉത്തരവാദിത്തമുണ്ട്. ഈ കുട്ടികളെ നേരായ രീതിയിൽ വളർത്തേണ്ട ഉത്തരവാദിത്തം സമൂഹത്തിന് ഉണ്ടായിരുന്നു എന്നത് കൂടിയുണ്ട്. ഓക്കെ സാറേ, ഓക്കെ. ഞാൻ മറ്റുള്ള പയ്യന്മാർ കാണുകയല്ലേ, ഒരുത്തനെ മനസ്സിലായി. സംശയം. വെള്ളിയാഴ്ച ഞാൻ പൊതുവെ പറഞ്ഞ കാര്യം എന്നൊരു യൂട്യൂബിൽ അത് കട്ട് ചെയ്ത് മാറ്റി സാറേ. അതെനിക്ക് അറിയാണ്ട് വിളിച്ചതാണ്. എന്താണ് പറഞ്ഞത് താങ്കൾ? പൊതുവേദിയിൽ നമ്മൾ ആശാ വർക്കറെ പറ്റി പറഞ്ഞപ്പോൾ അതിന്റെ അഭിപ്രായം ഇട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഈ 5 അടിച്ചു കൊന്നതില് ബാപ്പ വിദേശത്ത് നാട്ടി വന്നല്ലോ. പൊതുവേദിയിലെ ഭാഗങ്ങളെ ആരെങ്കിലും മോശപ്പെട്ട രീതിയിൽ മോശപ്പെട്ട അശ്ലീല വാക്കുകളോ അല്ലെങ്കിൽ മോശപ്പെട്ട വാക്കുകളോ ഉപയോഗിക്കുക അല്ലാതെ മറ്റൊന്നും കട്ട് ചെയ്യാറില്ല. വേദന കൂടി കറക്റ്റ് ചെയ്യാൻ പ്രയാസം വന്ന കളയുന്ന താങ്കൾ എന്തായാലും എടുത്ത് ആ പൊതുവേദി എടുത്ത് രണ്ട് ലിങ്ക് ലഭ്യമാണ്. ആ 2 ലിങ്കുകളും നോക്കി പരിശോധിക്കൂ. ഞങ്ങളങ്ങനെ അത്തരം ഏതെങ്കിലും അശ്ലീലമായ കാര്യങ്ങൾ വരികയോ അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട രീതിയിൽ ആരെങ്കിലും സംസാരിക്കുകയോ ചെയ്താലാണ്. ഇത് ഏതാണ് താങ്കൾ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. അത്തരം മറ്റു വിഷയങ്ങളൊന്നും ഞങ്ങൾ ഒരിക്കലും കട്ട് ചെയ്യാറേ ഇല്ല. ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നും. ശ്രീ സന്തോഷ്, സമൂഹത്തിൻ്റെ നിയമം നടപ്പാക്കേണ്ട മാനവികമായ ചില കാര്യങ്ങൾ, അതിനോടൊപ്പം തന്നെ പൊതു മനസാക്ഷിയും പൊതുവികാരവും ഒക്കെ ഉയരുന്ന മറ്റൊരു വിഷയം. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം? ശ്രീ സന്തോഷ് കേൾക്കാമോ? പ്രദീപാണ് ന്യൂയോർക്കിൽ നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്.
കിരൺ, ഞാൻ പറയുന്നത് ഇവരെ നമ്മള് ശരിക്കും പറഞ്ഞാൽ അവർ കുട്ടികളാണ്. അപ്പം അവർക്ക് അറിയാതെ എന്തോ ഒരു കയ്യബദ്ധം പറ്റിപ്പോയെന്നുള്ള രീതിയിലാണ് പൊതുവെ എല്ലാവരും പരിഗണിക്കുന്നത്. അപ്പം ഞാൻ പറയുന്ന ഇവരെ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം. ഇവരെ അവിടെ വെച്ച് പഠിപ്പിച്ച് എല്ലാ എക്സാമൊക്കെ എഴുതി ഇവരെ കഴിയുമെങ്കിൽ നമ്മൾ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ കൊണ്ടുവരാനുള്ള സംവിധാനം സർക്കാരും ജനങ്ങളെല്ലാം ചേർന്ന് സപ്പോർട്ട് കൊടുക്കണം. കാരണം ഇത് ചെയ്തത് ജന നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യമല്ലേ ഇവർ ചെയ്തത്. ഈ 15 വയസ്സുള്ള കുരുപ്പുകൾ ചെയ്ത പരിപാടി അതാണല്ലോ. അപ്പം ഇതില് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം വളരെ വിഷമമുണ്ട് കിരൺ. ഇത്രയും നാട്ടിൽ നമ്മൾ ഇന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ നാട് ഓരോ ദിവസം നാടിനെ കുറിച്ച് കുറ്റം പറയുന്നു എന്ന് വിചാരിക്കും. നാട് അത്രയ്ക്ക് നശിച്ചു പോയറിയോ നിങ്ങൾ. ഞാൻ പ്രദീപ്, താങ്കൾ ദീർഘകാലം അമേരിക്കയിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് അമേരിക്കയിലായിരുന്നു ഇങ്ങനെ ഏതെങ്കിലും 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടികൾക്ക് ഇത്തരം ഒരു കേസിൽ പെടുന്നു, അവരെ കേസിന്റെ വിധിയായില്ല, അവരെ ജയിലിലിട്ടാൽ അവർക്ക് പരീക്ഷ എഴുതണമെങ്കിൽ അനുവദിക്കില്ലേ? അവർക്ക് പരീക്ഷ ഇടാൻ പറ്റൂല. ഹീസ് എ ക്രിമിനൽ. അത്ര പരീക്ഷ എഴുതാൻ അനുവദിക്കില്ലേ? ഒരു മിനിറ്റ്, എനിക്ക് സമയം തരുന്നത്. ഇവിടെ ഞാൻ ചോദിച്ചത് അനുവദിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ്. ഇത് നിങ്ങളിപ്പോ ഇന്ന് വന്നു, അയാൾ മെനിങ്ങാന്ന് ഒരാഴ്ച ആയുള്ള ഈ സംഭവം. അയാൾക്ക് കൊടുക്കും, അയാൾക്ക് അവസരം കൊടുക്കും. അത് ഇപ്പോഴല്ല, അയാളുടെ ജുഡീഷ്യറി കഴിഞ്ഞ് അയാളുടെ ആ ശിക്ഷ പ്രഖ്യാപിച്ച് അയാൾ ജയിലിൽ പോയ ശേഷം. അല്ലാതെ ഈ ഒരു പീരീഡ്സിൽ ഈ കുറ്റം ആരോപിക്കപ്പെട്ട് പിന്നെ ട്രെയിനിൽ ഒരു 3 മാസം 4 മാസം അത് തീരെങ്കിലും നാടിനെ പോലെ വർഷങ്ങളോളം എടുത്ത് 20. ശ്രീ പ്രദീപ്, ഞാൻ ചോദിച്ചത് ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ്, സമാന സാഹചര്യമായിരുന്നു അമേരിക്കയിലെങ്കിൽ അമേരിക്കയിൽ ആ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ അനുമതി നൽകില്ലേ? എന്റെ അറിവിലില്ല. ഇനി വേണമെങ്കിൽ താങ്കൾ ഒന്നുകൂടി പരിശോധിക്കാം. പരിശോധിച്ച ശേഷം താങ്കൾ പിന്നീട് വരുമല്ലോ, അപ്പോൾ താങ്കൾക്ക് മനസ്സിലാവും അവിടുത്തെ നിയമത്തിന് അമേരിക്കയുടെ നിയമം അനുസരിച്ച് എങ്ങനെയാണ് താങ്കൾ കൃത്യമായി പരിശോധിക്കും. ലോകത്ത് ഒരു രാജ്യത്തും സമ്മതിക്കില്ല. കാര്യം അങ്ങനെയല്ല ശ്രീ പ്രദീപ്, ലോകത്ത് ഒട്ടുമിക്ക പരിഷ്കൃത സമൂഹങ്ങളിലും അത് അനുവദിക്കാറുണ്ട്. അതിന്റെ വൈകാരിക വ്യവസ്ഥക്കല്ല ഞാൻ കിടക്കുന്നത്. കുറ്റാരോപിതരായ ഒരാളെ അവരുടെ മനുഷ്യാവകാശത്തെ ലംഘിക്കാറില്ല ലോകത്ത് ഒരു പരിഷ്കൃത രാജ്യവും. അമേരിക്കയിൽ ലംഘിക്കാറില്ല. ഇവിടെ മരിച്ച കുട്ടിക്ക് മനുഷ്യാവകാശം ഇല്ലേ? നിങ്ങൾ ഇതൊന്നും പ്രദീപ, താങ്കൾ അതിനെ വേറെ തരത്തിലെടുക്കരുത്. ഈ കുറ്റമോ മറ്റൊരു കുറ്റമോ ആയിക്കോട്ടെ, ആ രാജ്യത്ത് നിയമം അങ്ങനെയാണ്. നമുക്ക് അവർ കുറ്റം ചെയ്തില്ലെന്നല്ല പറയുന്നത്, അവർ കുറ്റം ചെയ്തു അല്ലെങ്കിൽ കുറ്റം ചെയ്തെന്ന് എനിക്കറിയില്ല, കുറ്റം ചെയ്തു എന്ന് സമൂഹം വിശ്വസിക്കുന്നു. കുറ്റം ചെയ്ത് സമൂഹം വിശ്വസിക്കുന്നവർക്കെതിരെ വലിയ വികാരം ഉണ്ടാവും എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ സമൂഹത്തിന് നിയമം അങ്ങനെയല്ല. കിരൺ, കാലിഫോർണിയയിൽ 2019 ഒരു 11 പേരെ വെടിവെച്ച് കൊന്നായിരുന്നു. അവൻ പരീക്ഷ ഒന്ന് എഴുതിയാട്ടെ എനിക്കറിയില്ല നിലവില്. താങ്കൾ എന്തായാലും അവിടുത്തെ നിയമം ഒന്ന് പരിശോധിക്കൂ. എന്തായാലും അമേരിക്ക പോലെ രാജ്യത്ത് അങ്ങനെ ഒരാൾ കുറ്റാരോപിതനായി നിൽക്കുന്ന ഒരാൾക്ക് പരീക്ഷ എഴുതുന്ന പോലെയുള്ള അവരുടെ മനുഷ്യാവകാശത്തെ ലംഘിക്കുന്ന ഒരു നിയമമല്ല അവിടെ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും താങ്കൾ അത് പരിശോധിക്കും. ഇവിടത്തെ അല്ലല്ലോ വിഷയം. ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഈ സിസ്റ്റം ഇങ്ങനെ ആവുന്നേ? നാട്ടിൽ ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ നിയമം അങ്ങനെയാണ് കിരൺ. നിയമം കൊണ്ടല്ല, കുട്ടികൾ ഇങ്ങനെ ആവുന്നതിന് ഉത്തരവാദികൾ ഈ സമൂഹം കൂടിയാണ്. കിരൺ, കഴിഞ്ഞ 50 ദിവസത്തിൽ ഈ കേരളത്തിൽ മാത്രം നടന്ന 66 കൊലപാതകമാണ്. താങ്കൾക്കറിയോ? 66 കൊലപാതകം 50 ദിവസത്തിനകത്ത്. ഇന്ത്യയിൽ ടോപ്പാണ് ഈ 50 ദിവസത്തില്. ഞാൻ ഇന്ത്യയിൽ ടോപ്പൊന്നുമല്ല ശ്രീ പ്രദീപ്. നമ്മുടെ ഇവിടെ കൊലപാതകം കൂടുന്നുണ്ടെന്ന് സംശയമൊന്നുമില്ല. അതിന്റെ മോശപ്പെട്ട അവസ്ഥ ഉണ്ടാകുന്നത് പരിഹരിക്കേണ്ടത് തന്നെയാണ്. അതിൽ യാതൊരു സംശയവും മനസ്സിലാവണില്ല. താങ്കൾ എന്നാ പറയൂ, ഏതാണ് ഫസ്റ്റ് 50 ദിവസത്തിലുള്ള സ്റ്റേറ്റ് ഏതാണ്? ശരി, ഓക്കെ. എന്തായാലും ശ്രീ പ്രദീപ് അങ്ങനെ എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷവും ഈ വിഷയത്തിൽ ചർച്ച തുടരും. വളരെ തരത്തിൽ വൈകാരികത കടന്നു വരാൻ സാധ്യതയുള്ള ഒരു വിഷയം കൂടിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഷഹബാസ് എന്ന് പറയുന്ന 16-കാരൻ്റെ കൊലപാതകത്തിന് ഉത്തരവാദികളാണെന്ന് കരുതുന്ന 5 പേർ, അവരും 16-കാർ തന്നെയാണ്. അവർ SSLC പരീക്ഷ എഴുതിച്ചതുമായി ബന്ധപ്പെട്ടാണ്. ശ്രീ വിനോദാണ് തിരുവല്ലയിൽ നിന്ന്. ശ്രീ വിനോദ്, താങ്കൾ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത്? എനിക്ക് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. പറഞ്ഞോളൂ. നമ്മുടെ ഇന്ന് 1 മിനിറ്റ് തരണേ. പറഞ്ഞു, 1 മിനിറ്റ് തരാം. നമ്മുടെ ഇന്ന് സഭയില് ഇതിനെപ്പറ്റി ഒരു ബില്ലൊക്കെ വന്നല്ലോ. സഭയിൽ 2 മുന്നണികാരും ഒരുമിച്ച് ചർച്ച നടത്തിയല്ലോ. അതെ, ചർച്ച നടത്തി. അപ്പം മുഖ്യമന്ത്രി വളരെ വികാരപരമായിട്ടും വൈകാരികമായിട്ടൊക്കെ സംസാരിച്ചു. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, എനിക്കൊരു സംശയം. ഈ ഭരണകക്ഷിയുടെയും പ്രതിപക്ഷയുടെയും പാർട്ടിയുടെ എല്ലാം വിദ്യാർത്ഥി യൂണിയനുകളെ എല്ലാ കോളേജുകളിലും എല്ലാം സജീവമായിട്ടുണ്ട്. ഈ നേതൃത്വം ഈ യൂണിയനുകാർക്ക് ഒരു നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ ഈ കോളേജിലോ സ്കൂളിലോ ഒരു ലഹരി വിരുദ്ധ പ്രവർത്തനമോ ശ്രീ വിനോദ്, കേരളത്തിലെ സ്കൂളുകളിൽ ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഇല്ല. അത് നിരോധിച്ചതാണ്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഉണ്ടായിരുന്ന കാലത്ത് കേരളത്തിലെ കോളേജുകളിലടക്കം ഇപ്പോൾ നിയന്ത്രിതമായ അളവിൽ മാത്രമേ ഉള്ളൂ. പല കോളേജുകളിലും ഇല്ല. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം സജീവമായി നിന്ന കാലത്ത് ഇത്രത്തോളം ക്രിമിനലുകൾ അല്ലെങ്കിൽ ഇത്രത്തോളം കുറ്റവാസന കുട്ടികൾക്കുണ്ടായിരുന്നില്ല എന്നത് യാഥാർത്ഥ്യവുമാണ്.
അറിയാതെ, പക്ഷെ നിയമപരമായിട്ട് നിരോധിച്ചെന്ന് പറഞ്ഞാലും അനൗദ്യോഗികമായിട്ട് സ്കൂളുകളിലൊക്കെ അങ്ങനെ ഇപ്പോൾ സജീവമായി SFIO KSU ഒന്നും അങ്ങനെ സജീവമായി പ്രവർത്തിക്കുന്നില്ലല്ലോ, എവിടെയും ഇല്ലല്ലോ. കോളേജിലുണ്ടല്ലോ. പണ്ടൊക്കെ സ്കൂളുകളിൽ ക്ലാസ്സുകളിലടക്കം ക്ലാസ് ലീഡറെ മത്സരിക്കാൻ വേണ്ടി SFIയുടെയും KSUവിന്റെയും ഒക്കെ ബാനറിൽ നിന്ന് മത്സരിക്കുകയും ഒക്കെ ചെയ്തു. കുട്ടികൾക്ക് രാഷ്ട്രീയം അറിയാമായിരുന്നു, അവർ പൊതുവിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമായിരുന്നു. ഇപ്പോൾ അവരൊക്കെ ഗ്യാങ്ങുകളുടെ പുറയിലും മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ പുറയിലും ഒക്കെ, മദ്യമല്ല മയക്കുമരുന്നിനൊക്കെ പുറയിൽ നിൽക്കുന്ന അവസ്ഥയിലേക്കാണ് വരുന്നത്. അതെ, നമുക്ക് പല വിഷയങ്ങളും ഈ വിദ്യാർത്ഥി യൂണിയനുകളെല്ലാം ഭരണകക്ഷിയല്ല പ്രതിപക്ഷമാക്കി ഒരു യൂണിയനെ കുറ്റപ്പെടുത്താൻ അല്ലെ, എല്ലാ യൂണിയനും സജീവമായിട്ടൊന്ന് ഇടപെടുന്ന കോളേജിലെങ്കിലും. അതെ, കോളേജിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു, നേരത്തെ എനിക്ക് തോന്നുന്നതല്ല, യാഥാർത്ഥ്യം അതാണ്. മുൻകാലങ്ങൾ ഉണ്ടായിരുന്ന തരത്തിലുള്ള സജീവമായ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വലിയ കുറവുണ്ട്. പലയിടത്തും കടുത്ത നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ട്. അതിന് ഏതെല്ലാം തരത്തിൽ ഞെരിച്ചു കൊല്ലാമോ അതിനെല്ലാം ഈ പറയുന്നത് പോലെ വലിയ വൈകാര്യതയ്ക്ക് ഉയർത്തി ഞെരിച്ചു കൊന്നതാണ്. അതിന്റെയൊക്കെ കൂടി ഫലമാണ് ഇപ്പോൾ കോളേജുകളിൽ ഇത്തരം ഗ്യാങ്ങുകളൊക്കെ പിടിമുറുക്കുന്നത്. കോളേജിലെ ഒരു വിദ്യാർത്ഥി വേറൊരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടതിൽ അതിലെ പ്രതിസന്ധിക്കുന്ന SFIക്ക് വിദ്യാർത്ഥികളാണ്. ശരി, ഓക്കെ. എന്തായാലും ശ്രീ സുരേന്ദ്രനാണ് ഹൈപ്പാട്. ശ്രീ സുരേന്ദ്രൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? സാറേ, ഞാൻ പ്രതികരിക്കുന്നത് ഇത് നമ്പർ 1 സാറേ, കുട്ടികൾക്ക് സ്കൂളിൽ ഭയമില്ല. ഒന്ന്. രണ്ടാമത്, അവർ സ്കൂളിൽ നല്ലതായ രീതിയിൽ ഒരു കൗൺസിലിംഗ് ഈ കുട്ടികൾക്ക് അവർക്ക് കൊടുക്കണം. നമ്മൾ ഭയം നല്ല കുട്ടികൾ വളരേണ്ടത്, ഭയമില്ലാത്തവരായി തന്നെയാണ് വളരേണ്ടത്. ഇല്ല, ഭയമില്ലെന്നല്ല, എങ്ങ് ഭയമില്ലെന്നല്ല, അധ്യാപകരെ ഭയമില്ല. അധ്യാപകരെ ഭയക്കാതിരിക്കലാണ് യഥാർത്ഥ രീതിയിൽ നന്നായി വളരേണ്ടത്. പക്ഷേ കാര്യങ്ങൾ അറിയണം. അധ്യാപകരെ ഭയന്ന് കൊണ്ട് ഒരാൾ നന്നാവില്ല എന്നൊന്നും പറയാൻ കഴിയും. പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായ കൗൺസിലിംഗ് കൊടുക്കണം, ഒരു പീരീഡ് അതിനു വേണ്ടി മാറ്റി വെക്കണം. രണ്ടാമത്, ഈ കുട്ടികള് നമ്മൾ കാണുന്ന ഇന്നത്തെ സിനിമാ ലോകം, ഇന്നത്തെ തമിഴ് സിനിമകളാണ്, എന്റെ കൊച്ചുമോൻ ഉൾപ്പെടെ തമിഴ് സിനിമകളാണ് കാണുന്നത്. അതിൽ കിടക്കുന്ന ഭീകര ദൃശ്യങ്ങളാണ് അവർക്ക് ഇഷ്ടം. അതിനെല്ലാം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അതൊക്കെ സെൻസർ ബോർഡ് അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. അപ്പൊ സിനിമാ വ്യവസായം തകരുമെന്ന് പറയും. തകരട്ടെ, നമ്മുടെ സമൂഹം ഈ വരുന്ന തലമുറ തകരത്തില്ലല്ലോ. ഇതിനകത്ത് പോകുന്ന കഞ്ചാവും സിഗരറ്റും വീടിയും വെട്ടും കുത്തും ഇതെല്ലാം ഈ സിനിമയിൽ നിന്നാണ് ഇപ്പോഴത്തെ കുട്ടികൾ പഠിക്കുന്നത്. അപ്പൊ യൂട്യൂബ്. രണ്ടാമത്, ഇപ്പൊ ഞാൻ പറയുന്നത്, ഈ പിള്ളേര്, ഈ കൊച്ചനെ കൊന്ന പിള്ളേർക്ക് ഉടനെ പരീക്ഷ എഴുതാൻ യാതൊരു ചാൻസും കൊടുക്കരുതായിരുന്നു. അവന്മാർ എന്താണ് പരീക്ഷയെന്നും എന്താണ് ഇതിന്റെ പ്രശ്നമെന്നും അവന്മാരെ മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ പണ്ട് പറഞ്ഞിരുന്നു, കേരളം ഭ്രാന്താലയം ആകുകയാണോ എന്ന്. അന്ന് ജാതി സമ്പ്രദായത്തിന്റെ ആ അരുതായ്മയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ വേദനയിൽ നിന്ന് അന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് കേരളം മദ്യത്തിന്റെയും രാസലഹരിയുടെയും മുഴുകിയിരിക്കുന്ന ഒരു വല്ലാത്ത സാഹചര്യമാണുള്ളത്. ആ സാഹചര്യമാണ് ഇപ്പോഴത്തെ ഈ സംഭവവികാസങ്ങൾക്കൊക്കെ മൂല കാരണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാൻ. പഠന റിപ്പോർട്ടുകളിലൊക്കെ 80% 15-നും 20-നും 25-നും വയസ്സുള്ള കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നു എന്നതാണ്. ആ ലഹരി ഉപയോഗമാണ് ഈ കുട്ടികളെ ഈ രീതിയിലൊക്കെ ക്രിമിനലുകളായി തീരാൻ മുഖ്യ കാരണം. പറഞ്ഞോട്ടെ, പറഞ്ഞതിന് ശേഷം ഒരു അല്പം കൂടി പറയാനുണ്ട്. കാരണം ഇപ്പൊ രക്ഷിതാക്കൾക്ക് മക്കളെ പേടിയാണ്, അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ പേടിയാണ്. എന്താണ് ബാലാവകാശ നിയമത്തിൽ സമൂലമായ മാറ്റം വരുത്തേണ്ട സമയം അതിക്രമിച്ചു. ജയ ടീച്ചർ പറഞ്ഞത് 100% ശരിയാണ്. വിദ്യാർത്ഥികളെ ശരിയായ രൂപത്തിലേക്ക് മുന്നോട്ട് നയിക്കാൻ അധ്യാപകർക്ക് കഴിയണമെങ്കിൽ അവർ ചൂരൽ എടുത്തേ മതിയാവും. അതേപോലെ രക്ഷിതാക്കൾക്ക് മക്കളെ യഥാർത്ഥ രീതിയിൽ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ ശിക്ഷണ രീതിയിൽ നടന്നേ മതിയാവും. ഇതിലൊക്കെ അവർക്ക് ഒരു വാള്, ഡെമോക്രസിന്റെ വാള് മുകളിൽ തൂങ്ങിയാൽ എങ്ങനെയാണ് സാധ്യമാവുക? അത് മാത്രമല്ല, ഭരണാധികാരികൾ യൂട്യൂബിലെ ചിലരുടെ അഭിപ്രായങ്ങൾ കൂടി വായിക്കേണ്ടതുണ്ട്. ശ്രീ സുധീഷാണ് കുടിയിൽ നിന്ന്. സർക്കാർ തീർച്ചയായും പ്രതികൾക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ കുറച്ചെങ്കിലും മര്യാദയുണ്ടെങ്കിൽ ഈ സർക്കാർ ഈ ക്രിമിനലുകളെ ഒരിക്കലും ഇപ്പോൾ പരീക്ഷ എഴുതിക്കില്ലായിരുന്നു. ശ്രീ സുനിമോൾ പറയുന്നു, പരീക്ഷ എഴുതാൻ സമ്മതിക്കരുതായിരുന്നു, പരീക്ഷ എഴുതണമെന്ന വിചാരം ഉണ്ടായിരുന്നെങ്കിൽ കുറ്റകൃത്യം ചെയ്യില്ലായിരുന്നു. മക്കൾ തെറ്റ് ചെയ്താൽ മാതാപിതാക്കൾ ഉപദേശിച്ച് നേരെയാക്കാൻ ശ്രമിക്കണം, സപ്പോർട്ട് ചെയ്യരുത്. നല്ല സന്ദേശം തരുന്ന സിനിമകളുണ്ട്, അതൊന്നും ആരും കാണുന്നില്ലേ എന്ന് ഹരീഷ് കെ ചോദിക്കുന്നു. സുനിമോളാണ് രക്ഷാകർത്താക്കൾ അങ്ങനെയൊക്കെ ഇടപെടണം എന്നുള്ള അഭിപ്രായം പറയുന്നത്. മറ്റു ചിലരൊക്കെ ചില മോശപ്പെട്ട കമൻറ്റുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അത് വായിക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല.
ഇതെന്തിനാണ് ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. ഇവരാരും ജസ്റ്റിഫൈ ചെയ്യുകയല്ല. രാജ്യത്തൊരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം സ്വാഭാവികമായും ഏത് ഭരണ സംവിധാനത്തിനും പോലീസിനുമൊക്കെ പാലിക്കേണ്ടി വരും. ആ നിയമം ഓരോ തരത്തിലും വൈകാരികതയുടെ അടിസ്ഥാനത്തിൽ മാറ്റാൻ കഴിയുന്ന ഒന്നല്ല. അത് കുറ്റവാളികളെ ന്യായീകരിക്കലല്ല, രാജ്യത്തിൻ്റെ നിയമം പാലിക്കൽ അങ്ങനെയാണ്. ഒരാളെ കൊലപാതകയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അയാളെ പിടിച്ച് ജയിലിലിടാൻ കഴിയില്ലല്ലോ. സ്വാഭാവികമായും കോടതിയിൽ അവർക്ക് വിചാരണയ്ക്കുള്ള അവസരമുണ്ട്, അവരുടെ വാദം കേൾക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെയാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അല്ലെങ്കിൽ നീതിയുക്തമായ ഒരു സ്ഥലത്ത് നിയമം നടപ്പാക്കുന്നതിനുള്ള രീതികളുണ്ട്. അവരുടെ കൂടി അഭിപ്രായങ്ങൾ കേൾക്കേണ്ടതുണ്ട്. ഈ പരിപാടി അവതരിപ്പിക്കാൻ വേറെ വല്ല നിർത്തിയിട്ട് പൊയ്ക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നു. ശ്രീ വിനു വളപ്പിലാണ്. ശ്രീ വിനു വളപ്പിൽ, കേരള സമൂഹം വലിയൊരു ചർച്ച നടക്കുകയാണ്. ഒരു ഭാഗത്ത് നിയമം നിൽക്കുന്നു, മറുഭാഗത്ത് സമൂഹത്തിൽ വലിയൊരു ഭാഗത്തിൻ്റെ വൈകാരികമായ അവസ്ഥ നിൽക്കുന്നു. അപ്പോൾ അത്തരം വിഷയങ്ങളിൽ ചർച്ച ഉണ്ടാവുക സ്വാഭാവികമാണ്. അത്തരം ചർച്ചകളിൽ ഇത്തരം അഭിപ്രായങ്ങളും ചിലർക്ക് വലിയ എതിർപ്പുമൊക്കെ ഉണ്ടാവും. ആ എതിർപ്പൊക്കെ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരമൊരു വിഷയം തിരഞ്ഞെടുത്തത്. ഇവരെയൊക്കെ നാട്ടുകാർ കൈകാര്യം ചെയ്യും എന്ന് അബ്ദുള്ളക്കുട്ടി പറയുന്നു. അബ്ദുള്ളക്കുട്ടി, നാട്ടുകാരല്ല കൈകാര്യം ചെയ്യേണ്ടത്, നിയമം തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അങ്ങനെ വ്യത്യസ്തമായ കുറേ അഭിപ്രായങ്ങൾ കൂടി എന്തായാലും ഇന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് അഭിപ്രായങ്ങൾ മുകളിലേക്കൊക്കെ വന്നിട്ടുണ്ട്. കുറേ പ്രേക്ഷകർ കൂടി വെയിറ്റ് ചെയ്യുന്നു. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് പറയാം. ഞാൻ പറയുന്നത്, ഒന്നാമത്തെ കാര്യം, നമ്മുടെ സമൂഹത്തിൽ വന്നേക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ അണുകുടുംബമായി. അത് കാരണം അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു, കുട്ടി എവിടെയെന്ന് അച്ഛനും അമ്മയും അറിയുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സ്കൂളുകളിലെ രാഷ്ട്രീയം നിരോധിച്ച് വലിയൊരു മണ്ടത്തരായിപ്പോയി. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അതായത് കുട്ടികൾക്ക് അവരുടെ സർഗശേഷി പ്രകടിപ്പിക്കാനും അതിൽ ഇൻവോൾവ് ആവാനുള്ള അവസരങ്ങൾ നമ്മൾ തീരെ കുറച്ച് കളഞ്ഞു. അതൊരു പ്രധാന പ്രശ്നമാണ്. പിന്നത്തെ പ്രശ്നം, ഇപ്പോഴത്തെ കുട്ടികൾക്ക് വായന എന്ന് പറയുന്ന ഒരു ശീലമില്ല, പത്രം പോലും വായിക്കുന്നില്ല, സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നില്ല. ഇങ്ങനെ കുറെ അധികം പ്രശ്നങ്ങളിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. അക്കൂട്ടത്തിൽ തന്നെ ലഹരി എല്ലായിടത്തും അവൈലബിൾ ആണ്. അതിനൊരു കുറവ് വരുത്തണം. പിന്നെ ഇന്നത്തെ നിയമസഭയിലെ ചർച്ചയ്ക്കിടയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഇതെല്ലാം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പിന്നെ താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കും. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീജിത്താണ് പന്തളത്ത് നിന്ന്. ശ്രീജിത്ത്, താങ്കൾക്ക് പറയാം. ഇത് പൊതുഗതിയിലെ ചർച്ച കുറെ സ്ഥിരമായി കാണുന്ന ഒരു പ്രേക്ഷകനാണ്. നേരത്തെ വിളിച്ചിട്ടുണ്ടല്ലോ ശ്രീജിത്ത്? നേരത്തെ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് നാളായി വിളിക്കാറില്ലല്ലേ? ഞാൻ ഇപ്പൊ കുറച്ച് നാളായിട്ട് ചില തിരക്കിലായതുകൊണ്ട് വിളിക്കാത്തതാണ്. പരിപാടി കാണാറുണ്ട് കേട്ടോ. അപ്പം ഇത് പരിപാടി കണ്ടോണ്ടിരുന്നപ്പോ ഞാനിന്ന് നേരിട്ട്, ഞാനൊരു സ്കൂളിലെ രക്ഷകർത്ത സമിതിയിലെ അംഗം കൂടിയാട്ടോ. ഞാൻ ഈ വിഷയം അവിടെ നിന്ന് രക്ഷകർത്ത സമിതിയുടെ ചുമതലയിരിക്കുന്ന ആൾക്കാരോട് ഈ വിഷയം തന്നെ സംസാരിച്ച് പുറത്ത് വന്നിട്ട് ഉടനെ തന്നെയാണ് ഇത് കണ്ടത്. അതായത് നമ്മുടെ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന അതിശക്തമായ രീതിയിലുള്ള ലഹരിയുടെ വിൽപ്പന, അതിപ്പോ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലേക്ക് പേനായുടെ മോഡലിൽ വരെ ഈ പറയുന്ന ലഹരി ലഭ്യമാവുന്ന തരത്തിലേക്കായിരിക്കുന്നു. ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നതിന്റെ പോക്ക് ഏതാണ്ട് ഈ ക്രിമിനലിസം നടത്തുന്ന ആൾക്കാരെയൊക്കെ മഹത്വവൽക്കരിക്കുന്ന തരത്തിലേക്കാണ് കൊണ്ടുപോയി. ഇപ്പൊ സിനിമ ആയിക്കോട്ടെ, മറ്റുള്ള മേഖലകളായിക്കോട്ടെ ഒക്കെ തന്നെ ഇതിനെ തിരുത്താൻ ചെയ്യുന്ന ആൾക്കാർ, ഇപ്പൊ മുതിർന്ന ഒരു കുട്ടിയെ നമ്മളൊന്ന് ഉപദേശിക്കാൻ ചെല്ലുകയാണെങ്കിൽ ഉടൻ തന്നെ അവരോട് പറയുന്നത് ഈ നേരത്തെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പുതിയ ജനറേഷൻ ഭാഷ തന്തവൈബ് എന്ന് പറയുന്ന രീതിയിൽ അവരെ അവഹേളിച്ച് മാറ്റി നിർത്താൻ, അവരെ സപ്പോർട്ട് ചെയ്യാൻ അപ്പോഴത്തെ കുറച്ച് പേര് വരികയും ചെയ്യും. ഇപ്പൊ തന്നെ ഈ സംഭവത്തിലെ ക്രിമിനലുകളായിട്ടിരിക്കുന്ന കുട്ടി ക്രിമിനലുകൾ അങ്ങനെ വിളിക്കണമല്ലോ. കാരണം കുട്ടി ക്രിമിനലുകൾ എന്ന് പറയേണ്ടതായിരിക്കണം, കാരണം കൊലപാതകം ചെയ്ത ആൾക്കാരാണ്. ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിനകത്ത് ഇവർക്ക് വരുന്ന ചില ഗുണങ്ങൾ, ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചുകൊണ്ട് ഇവരൊക്കെ രക്ഷപ്പെടുന്നത്. ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അത് തിരുത്തി എഴുതപ്പെടേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നത്. കാരണം ശ്രീജിത്ത്, അതെല്ലാം ശരിയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരു കുട്ടി അയാളുടെ പ്രായത്തിൽ കുറ്റം ചെയ്തതിനെ നമുക്ക് കുട്ടിയുടെ കുറ്റം എന്ന് മാത്രം പറയാൻ കഴിയില്ല. അത് ആ കുട്ടിയെ ഈ തരത്തിലേക്ക് വളർത്തിയ സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് നേരായ വഴിയിലേക്ക് വരാൻ ഉള്ള ഒരു അവസരം. ഒരാളെ ജയിലിലിടുക എന്ന് പറഞ്ഞാൽ അയാളെ ആജീവനാന്ത കാലം നശിപ്പിക്കുക എന്നുള്ളതല്ല. അയാൾക്ക് നന്നായി, അയാളുടെ സ്വഭാവം നന്നായി, അയാൾ തെറ്റി തിരിച്ചറിഞ്ഞ് ശരിയായ പാതയിലേക്ക് വരിക എന്നതുകൂടിയാണ് ഇത്തരം ശിക്ഷകൾ കൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനത്തിലെ എക്സ്പിയേറ്ററി, പിന്നെ പ്രിവെന്റീവ് എങ്ങനെയൊക്കെ പറയുന്ന പലതരത്തിലുള്ള നിയമങ്ങൾ വെച്ചിട്ടാണല്ലോ ഈ പറയുന്ന നിയമ സംവിധാനത്തിന് ശിക്ഷ കൊടുക്കുന്നത്. ഈ ജയിലിൽ ശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന അല്ലെങ്കിൽ ഈ ജുവനൈൽ കോർട്ട് ശിക്ഷിച്ച് വിട്ടുന്ന ആൾക്കാരില് എത്ര പേര് പുറത്തിറങ്ങി വരുമ്പോഴത്തേക്ക് ഇവർ തിരുത്തി ഇവർ നല്ല കുട്ടികളായി വരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതങ്ങനെ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഈ സർക്കാരിന്റെ സംവിധാനങ്ങൾ കൂടിയാണ്. ഒരു ജയിലിൽ വെച്ച് ഒരാൾക്ക് മാനസാന്തരം ഉണ്ടാവാനുള്ള അവസരം ഒരുക്കുക, അല്ലെങ്കിൽ അവരെ ആ തരത്തിലേക്ക് കൗൺസിലിങ്ങിലൂടെയോ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെയൊക്കെ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ഉണ്ടാവുന്നില്ല. അവർ കൂടുതൽ കുറ്റവാളികളായിട്ടാണ്, കൂടുതൽ മോശക്കാരായിട്ടാണ് പുറത്തിറങ്ങി വരുന്നതെങ്കിൽ നമ്മുടെ സംവിധാനത്തിന് ഗുരുതരമായ പിഴവുണ്ട് എന്ന് തന്നെയാണ്.
അതാണ് ഈ കുട്ടികളുടെ വളർന്നു വന്ന സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ രാഷ്ട്രീയം പറയല്ല. ഈ കുട്ടികളുടെ മാതാപിതാക്കളിൽ ചിലർക്ക് ഈ കൊടും ക്രിമിനലായ കേരളം ഒരുപാട് കാലം ചർച്ച ചെയ്ത ഒരു വലിയ കൊലപാതക പരമ്പരയാണ് ടി.പി. ചന്ദ്രശേഖരൻ. അദ്ദേഹത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതികളുമായി കൂടെ നിൽക്കുന്ന ചിത്രം ഈ കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ പുറത്തു വന്നിട്ടുണ്ട്. ഈ കുട്ടികളുടെ പിതാക്കന്മാരായ ആൾക്കാർ നിൽക്കുന്നത് ഇതുപോലെയുള്ള ക്രിമിനൽ സംഘടനകളുമായി ബന്ധമുള്ള ആളുകളുടെ വീട്ടിൽ നിന്ന് വന്ന കുട്ടികൾ കൂടിയാണ്. ഇവരിത് വീട്ടിൽ കേട്ട് വളർന്നത്, ഇവർ പിയർ ഗ്രൂപ്പ്സിനകത്തുനിന്ന് കേട്ട് വളർന്നത്. ഈ പറയുന്ന ആളുകളെ വീട്ടിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ ക്രിമിനലുകളായി പോകുന്നതാണ്. ഇവർ ഈ പറഞ്ഞ പരീക്ഷ എഴുതുന്നത് ഇവർ രക്ഷപ്പെടാൻ പോകുന്നില്ല. ശ്രീ സാബു ആണ് അങ്കമാലിയിൽ നിന്ന്. ശ്രീ സാബു, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത്? എനിക്ക് ഇതിൽ പറയാനുള്ളത് ഒരു 2 മിനിറ്റ് സമയം എനിക്ക് തന്നു. കുറച്ചുകൂടി പറഞ്ഞാൽ ഉപകാരമായിരുന്നു. എന്നാലും പറഞ്ഞോളൂ. അതായത് ഇത് 2ാം പ്രാവശ്യം ഇതിന് നമ്മുടെ ഈ പിണറായി സർക്കാരിന് അധികാരം കൊടുത്ത ജനങ്ങളും ഇപ്പൊ നമ്മുടെ ഈ സമൂഹം മൊത്തം അനുഭവിക്കേണ്ട കാര്യങ്ങളാണത്. അപ്പൊ അതുകൊണ്ട് അത് ഇതല്ല, ഇതിലും അപ്പുറം നടന്നാലും അതിൽ അല്പപ്പെടാൻ. പിണറായി സംസ്ഥാന സർക്കാരും ഇങ്ങനെ ഒരു കുട്ടികൾ കൊലപാതകം ചെയ്തിട്ട് എന്താണ്? അല്ല, ഇതിന് അവരുടെ തന്നെ പാർട്ടിയിൽ ഗുണ്ടായിസം കാണിക്കുന്ന ആളുകൾക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്ന ഒരാളാണ് പിണറായി. ചെടിച്ചട്ടിക്കുണ്ടയച്ചപ്പോ അത് അതിനെ കുറിച്ച് തന്നെ പറഞ്ഞേ. അല്ല, അത് ഇതുമായിട്ടൊക്കെ എന്താണ് ബന്ധം? അല്ല, ഈ കുട്ടികൾക്ക് ഇതിന് നിയമവും കാര്യങ്ങളും ഇപ്പൊ ഈ ഇത്രയും വർദ്ധിച്ചു വരുന്ന ലഹരി വിരുദ്ധ കാര്യങ്ങൾക്കോ ഒരു ഏതെങ്കിലും ഈ പ്രതികളാക്കപ്പെട്ടവരോ കൊല്ലപ്പെട്ടവരോ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആളുകളൊന്നും അല്ലല്ലോ. ഈ കൊലപാതകങ്ങൾക്ക് യാതൊന്നും നടപടി ചെയ്യുന്നില്ല. അത് നമുക്ക് ഇവിടെ ഈ സമൂഹം മൊത്തം കണ്ടുകൊണ്ടിരിക്കുക. ഒരു പ്രാവശ്യം കൊടുക്കട്ടെ ഈ ജനങ്ങള് ഇയാൾക്ക് പറഞ്ഞു. ശരി, എന്തായാലും താങ്കൾ പറയുന്നത് താങ്കൾക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയം കാണും. പക്ഷെ ഇത് തമ്മിൽ എന്താണ് ബന്ധം? ശ്രീ ഡേവിഡ് വിജയ് ആണ് പള്ളുരുത്തിയിൽ നിന്ന്. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾക്ക് പറയാം. ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഒരു വ്യക്തിയുടെ വോട്ടവകാശം 21, ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ 21 വയസ്സായിരുന്നു, അതിന് 18 ആക്കി. ബ്യൂറേജസി കോർപ്പറേഷന് പോകേണ്ടതിന്റെ പ്രായം ഇത്രയാക്കി. ഈ ജുവനൈൽ ജസ്റ്റിസ് ഒരു 14 വയസ്സിൽ ഉള്ളവൻ ചെയ്താലും ജുവനൈലിൽ പെടുത്തരുത്. കാരണം അതുമാതിരത്തെ ഒരു നിലപാടാണ് ഇവിടെ വേണ്ടത്. ഇന്നലെ ഒരു ചർച്ചയിൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ, കാരണം ജസ്റ്റ് അതിന്റെ ഇടയിൽ ഒരു ഫ്ലാഷ് കേട്ടതാണ്. ജസ്റ്റിസ് കമാൽ പാഷയാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഞാൻ ഈ പറഞ്ഞ അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞു. ഡൽഹിയിൽ നിങ്ങൾക്കറിയാമോ, ഒരു ജുവനൈൽ കുറ്റവാളികൾ ഒരു മാസം, ഞാൻ വിചാരിച്ച ഒരു വർഷം ഇരിക്കുന്ന ഡൽഹിയിൽ ഒരു ജുവനൈൽ കുറ്റവാളികൾ 40 പേരാണ് ഒരു മാസം വരുന്നത്. ഈ 40 പേരെയും കൊണ്ടുപോയിട്ട് നമുക്ക് അങ്ങോട്ട് സന്യാസിമാരാക്കാനോ അല്ലെങ്കിൽ അച്ഛന്മാരാക്കാനോ ഒന്നും പറ്റില്ല. ഇത് കണ്ടു നിൽക്കുന്ന കുറെ പേര് അവിടെ ഉണ്ട്. അവരെ ഞാൻ കുറ്റം പറയില്ല, കാരണം ഞാൻ ഈ നിങ്ങൾ ഫ്ലാഷ് കാണിച്ചിരുന്നല്ലോ അവിടെ ഈ അടി നടക്കുന്ന സ്ഥലം, ക്ലിയർ ആയിട്ടല്ലെങ്കിലും അവരത് കണ്ടോണ്ട് നിൽക്കുകയാണ്. ഒരുത്തം പോലും പോലീസിനെ അറിയിച്ചിട്ടുണ്ടോ, അവരവിടെ സമയത്തിന് വന്നോ, അല്ലെങ്കിൽ അത് തുടങ്ങുമ്പോഴേക്കും നിങ്ങൾ ഇവിടെ കിടന്ന് കളിക്കരുത്, ഞങ്ങളുടെ ബിസിനസ്സാണ് പോകുന്നത്. ഇവിടെയൊക്കെ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്തോ മാതിരിയാണ് ഞാൻ കണ്ടത്. അപ്പൊ അവരുടെ ഒരു നിർവികാരത്വം ഇതിന്റെ അകത്തുണ്ട്. അതുകൊണ്ട് ഇത് പരീക്ഷ എഴുതണോ ഇല്ലയോ എന്നുള്ളതല്ല. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്നും മാറ്റുന്നോ അന്ന് ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിനേക്കാൾ താങ്കൾ പറഞ്ഞ 2ാമത്തെ വിഷയത്തിൽ കൂടെ ഒരു പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്നു. പണ്ട് പൊതുസമൂഹം ഇത്തരം കാര്യങ്ങളെ കാണുമ്പോൾ കുറെ കൂടി സജീവമായി ഇടപെടുമായിരുന്നു. ഇപ്പോൾ ഒരു തരത്തിൽ ഇടപെടാൻ പേടിയാണ്. ചിലപ്പോൾ ഈ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കത്തിയെടുത്ത് കുത്തിക്കളയും എന്നൊക്കെയുള്ള പേടി കൂടി സമൂഹത്തിലുണ്ട്. അതുകൊണ്ടുകൂടി ആ ആളുകൾ ഇടപെടാം. എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ വേണമെങ്കിൽ ഇടപെടും. അല്ല, അത് അങ്ങനെ ഇടപെടുന്നവരായിരുന്നു സമൂഹത്തിൽ മുമ്പ് ഉണ്ടായിരുന്നത്. കുട്ടികൾ അടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുട്ടികളെ അപ്പം തന്നെ പിടിച്ചു മാറ്റുന്നവരായിരുന്നു, അല്ലെങ്കിൽ അവരെ ഒന്ന് വീട്ടിൽ വിളിച്ച് പറയുന്നവരടക്കം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഈ വക്കീലും നിയമപീഠമൊക്കെ കൂടി അങ്ങോട്ട് ഓടി വരും. അതാ നിങ്ങൾ പെട്ടിരിക്കുന്നു കേട്ടോ, അവിടെ ചെന്നിട്ട് മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലും വലിയ കേസും കുലുവാനുമായിട്ട് നമ്മുടെ കച്ചവടം കൂട്ടുന്ന നിലയിലേക്ക് എത്തും. ശരി, ശ്രീ സുരേഷ് ആണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ സുരേഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഹലോ സാറേ, ഞാൻ തിരുവനന്തപുരം സുരേഷാണ്. നമസ്കാരം. എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ കണക്കാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. സാറേ, അതെ, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അത് തിരുത്തേണ്ട സമയം കഴിഞ്ഞു. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരൊറ്റ ആനുകൂല്യം വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ സമൂഹം, ഇന്നത്തെ മക്കൾ നശിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ നിയമം ഒരുക്കി കൊടുക്കുകയാണ്. അപ്പൊ അതിന് പ്രകാരം നമ്മുടെ കഞ്ചാവ് ആയി കഴിഞ്ഞാലും മറ്റുള്ള MDMA ആയി കഴിഞ്ഞാലും ഇത് ഉപയോഗിച്ചിട്ട് എന്ത് വേലത്തരം കാണിച്ചു കഴിഞ്ഞാലും അവർ രക്ഷപ്പെടാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഷഹബാസിന്റെ പിതാവിന്റെ സങ്കടത്തിൽ ഞാനും പങ്കുചേരുന്നു. കാരണം
ഞാനൊരു 2 മക്കളുടെ തന്തയാണ്. ശരി. ആ കൊച്ച് എല്ലാവരും കേരളം മുഴുവൻ ആ ദുഃഖത്തിൽ പങ്കുചേരുന്ന കാരണം ആ മകൻ മരിച്ചപ്പോൾ ഷാജിയാണ് കൊല്ലത്ത്. ശ്രീ ഷാജി, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഹലോ, ഷഹബാസിന്റെ വേർപാടില് ഞാനും ആ ദുഃഖത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് വേർപാടില്. പിന്നെ എനിക്കിത് പറയാനുള്ളത്, ഇത് നമ്മളെ സമൂഹം ഒരുമിച്ച് ഏറ്റെടുക്കേണ്ട ഒരു വിഷയമാണ്. ഒരു 10-25 കൊല്ലത്തിന് മുമ്പ് ഞാൻ ഓർക്കുന്നു, ഈ മീഡിയയ്ക്ക് ഇതിനകത്ത് ഗണ്യമായ ഒരു പങ്കുണ്ട്. ഇത് പണ്ട് ഒരു കൊച്ചുകുട്ടി ഒരു സ്കൂളിൽ ഒരു അധ്യാപകൻ അടിക്കുന്ന മുട്ടിന് താഴെ ചെറിയ വടി വെച്ച് അടിക്കുകയാണ്. അത് ഒരു കേരളത്തിലെ പ്രമുഖ മാധ്യമം വീഡിയോയിൽ പകർത്തി അതിനകത്ത് ഇടുന്നു. അവസാനം ആ കുട്ടിയും കുട്ടിയുടെ അച്ഛനുമായിട്ട് വന്നു. ആ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പക്ഷെ കുട്ടിയും കുട്ടിയുടെ അച്ഛനുമായിട്ട് വന്നു, ഞാൻ ഈ അധ്യാപകനെ ഏൽപ്പിച്ചിരുന്നതാണ്, എന്റെ അടുത്തുള്ളതാണ്, ഇത്തിരി കുസൃതി കൂടുതലാണ്, അതുകൊണ്ട് എനിക്ക് പരാതിയില്ല, കുട്ടിയെ അടിക്കാനെന്ന് പറയാൻ അത് സഹ്യമായ രീതിയിലാണ്. അത് ഒരു വലിയ ഇഷ്യൂ ആയിരുന്നു. ഒരു 10-15 കൊല്ലത്തിന് മുമ്പുള്ള ഓർമ്മയുണ്ടെങ്കിൽ സാറിന് ഓർമ്മയുണ്ടെങ്കിൽ കാണും. പിന്നെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ മകള് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇപ്പം മകള് BEd ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പഠിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്ന് സ്കൂൾ ടീച്ചറോട് പറഞ്ഞത്, ഗേൾസിന്റെ സ്കൂളാണ്, ഒരു കുരുത്തക്കേട് കാണിച്ചപ്പോൾ ക്ലാസ്സിൽ സംസാരം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറയും അടി കൊടുക്കണം ടീച്ചറെ എന്ന് പറഞ്ഞപ്പോൾ എന്റെ പൊന്നു ചേട്ടാ വടിയെടുക്കാൻ പാടില്ല, വടിയെടുത്താൽ അപ്പോഴേ ഞങ്ങളുടെ ജോലി പോകും, ആ സ്ഥിതിയാണ്. അപ്പൊ നമ്മളൊക്കെ എന്ന് പറയുന്നത് അടി കൊണ്ടാണ്, അടിച്ച് അല്ല വളരേണ്ടത്. പഴയ തലമുറയിലെ ആളുകളെല്ലാം നന്നായത്, പഴയ തലമുറയിലെ ആളുകൾ നന്നാവുന്നതിനേക്കാൾ കൂടുതൽ പുതിയ തലമുറയിലെ ആളുകൾ നന്നായി പഠിക്കുകയും കൂടുതൽ പേർക്ക് ജോലി കിട്ടുകയും കൂടുതൽ പേർ നല്ല നിലയിൽ ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് അടിയുമായി ബന്ധമൊന്നുമില്ല, അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. അല്ല, തെറ്റിദ്ധാരണ അത് ഫലപ്രദം ആകുന്നില്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. മാത്രമല്ല മറ്റൊരു കാര്യമുണ്ട്, നമ്മളെ ചുറ്റുവട്ടത്തില് ഞാനൊക്കെ ചിലപ്പോൾ വീടിന്റെ പരിസരത്ത് നിന്ന് അല്പം ദൂരം മാറി നിന്ന് കഴിഞ്ഞാൽ എന്റെ അയലത്തുള്ള എന്റെ അച്ഛന്റെ അല്ലെങ്കിൽ പ്രായമുള്ള ഒരാൾ നടന്നു വന്നാൽ അത് ഉടനെ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കും. എന്താ ഇവിടെ നിൽക്കുന്നേ, എന്താ വിശേഷമെന്ന്. ഇന്നത് ചോദിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അത്തരത്തിൽ സമൂഹമൊക്കെ ഒറ്റപ്പെട്ടു. ഇതിനെ വൈകാരികമായിട്ട് ശ്രീ രവീന്ദ്ര കുറുപ്പാണ് കരുനാഗപ്പള്ളിയിൽ നിന്ന്. ഒരു മിനിറ്റ്, ഒരു അര മിനിറ്റ് കൂടെ തന്നാൽ മതി. എളുപ്പം പറഞ്ഞോളൂ. വൈകാരികമായിട്ട് കാണാൻ പലരും പറഞ്ഞ് പരീക്ഷ എഴുതിക്കുന്നത് വൈകാരികമായിട്ട് നോക്കുമ്പോൾ തെറ്റാണ്. നമ്മള് സ്ത്രീ പീഡനത്തിനൊക്കെ ബന്ധപ്പെട്ട പലരുടെയും വീടൊക്കെ പലയിടത്തുമൊക്കെ ഇടിച്ചു നിരത്തി. അവസാനം കോടതി എന്താ പറഞ്ഞത്? വൈകാരികമായി ഗവൺമെന്റ് UP നടന്ന സംഭവമാണ്. നേരിടാൻ പറ്റത്തില്ല, അത് നിയമപരമായിട്ട് നേരിടാൻ പറ്റൂ. ആ തലത്തിൽ ഇതിനെ കാണണം. ശരി, ശ്രീ രവീന്ദ്രക്കുറുപ്പാണ് കരുനാഗപ്പള്ളിയിൽ നിന്ന്. ശ്രീ രവീന്ദ്രക്കുറുപ്പ്, താങ്കളുടെ അഭിപ്രായം പറയാം. സാർ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. എല്ലാവരുടെയും അഭിപ്രായം ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് സാറേ. പക്ഷെ ഒരു തരത്തിലും ഇത് SSLCക്ക് അവരെ അപ്പിയർ ചെയ്തത് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. കാരണം പ്രധാനമായിട്ട് ഒരു കാരണം, ഏത് നിയമവും സാർ മാറ്റിയെഴുതാൻ പറ്റാത്തത്? എന്റെ അഭിപ്രായത്തിൽ 1 വർഷത്തേക്കെങ്കിലും അവരെ സസ്പെൻഡ് ചെയ്ത് നിർത്തേണ്ടതായിരുന്നു. അടുത്തുള്ള ട്രെയിനിങ് സെന്റർ, CRP ട്രെയിനിങ് സെന്റർ, പോലീസ് ട്രെയിനിങ് സെന്ററിൽ ഒരു 6 മാസമെങ്കിലും അവർക്കൊക്കെ ട്രെയിനിങ് കൊടുത്തതിന് ശേഷമേ അടുത്ത വർഷം ശ്രീ രവീന്ദ്രക്കുറുപ്പ്, നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് അവർ കുറ്റാരോപിതരാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് പരീക്ഷ എഴുതാനുള്ള സമയം, അതും പ്രത്യേകിച്ച് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്, അവർക്ക് പരീക്ഷ എഴുതിക്കാതിരിക്കാൻ പോലീസിന് കഴിയില്ല. അവരെ പരീക്ഷ എഴുതിച്ചതിന്റെ ഉത്തരവാദിത്തം പോലീസിനുണ്ട്. സാർ ഞാൻ ഇടയ്ക്കൊന്ന് കയറി പറയാണ്. സാറ് പറഞ്ഞ ന്യായീകരമാണ്, ന്യായമില്ല, നിയമമില്ല, സമ്മതിച്ചു. പക്ഷേ മറ്റുള്ള കുട്ടികൾക്ക് ഒരു പ്രയോജനം കൊടുക്കുകയില്ലേ? ഇവരെ വേണ്ട കാര്യം ഞാൻ പറയാം, നിയമം മാറ്റി എഴുതിക്കൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മുടെ പോലീസ് ട്രെയിനിങ് സെന്ററോ CRP ട്രെയിനിങ് സെന്ററോ ഇവരെ ഒരു 3 മാസം ശ്രീ ജോസഫാണ് എറണാകുളത്ത് വന്നത്. ശ്രീ ജോസഫ്, വേഗത്തിൽ പറയാം. നമസ്കാരം. നമസ്കാരം സാറേ, ഈ സഹാബിനെ കൊന്ന കുട്ടികളുടെ കാരണവന്മാരുടെ ഇപ്പോഴത്തെ നിലപാട് സാറൊന്ന് ശ്രദ്ധിച്ചോ? പറഞ്ഞോളൂ. അതായത് ഈ കുട്ടികളെ എങ്ങനെയെങ്കിലും ജാമ്യത്തിലിറക്കുക, ഈ കുട്ടികളെ എങ്ങനെയെങ്കിലും എന്നുള്ള ആ മനോഭാവത്തിലാണ് ഈ കുട്ടികളുടെ കാരണവന്മാരും അവരുടെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും ഓടി നടക്കുന്നത്. കുട്ടികളെ നന്നാക്കേണ്ട വേണ്ടിയാണ് നമ്മൾ മക്കളെ വിദ്യാലയങ്ങളിൽ വിടുന്നെങ്കിൽ അവരെ നേർവഴിക്ക് നടത്തേണ്ട ഉത്തരവാദിത്വം കാരണവന്മാർക്ക് തന്നെയാണ്. ഇപ്പൊ തന്നെ ഈ തെറ്റ് ചെയ്തിട്ട് ആ കാരണവന്മാരുടെ നിലപാടെന്ന് സാർന്ന് ഒരു പത്രപ്രവർത്തകർ വഴി അന്വേഷിച്ചാൽ മതി. ഒരു കൂസലില്ല, ഒരു ദുഃഖവുമില്ല, അവർ ചെയ്ത് തെറ്റാണെന്ന രീതിയിലല്ല അവർ ജീവിക്കുന്നത്.
ഒരു വാശിയുടെ പുറത്താണ് എന്റെ മക്കൾ എന്നുള്ള ശരി, മനോഭാവത്തിലാണ്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അവരുടെ രക്ഷകർത്താക്കൾക്ക് മാത്രമല്ല, അവരങ്ങനെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സമൂഹത്തിനാകും അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. അവരെ ആ തരത്തിലേക്ക് കുറ്റവാസനയിലേക്ക് തള്ളിവിട്ടതിൻ്റെ ഉത്തരവാദിത്തം പൊതുസമൂഹത്തിനും നമ്മുടെ വിദ്യാഭ്യാസ രീതിക്കും എല്ലാത്തിനും അത്തരം സമൂഹത്തിൻ്റെ പ്രവർത്തനത്തിനുമെല്ലാം അതിന് സ്വാഭാവികമായ ഉത്തരവാദിത്തമുണ്ട്. അത് മാറ്റിയ ആ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് സമൂഹം കൂടി മാറേണ്ടതാണ്. എന്തായാലും ഭൂരിപക്ഷം പേരും ഒരു പൊതുവൈകാരികതയിൽ ഒരു കുട്ടിയുടെ ജീവൻ എടുത്തവരെ എന്തിനാണ് പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നത്, ആ തരത്തിൽ തന്നെയാണ് പ്രതികരിച്ചത്. അപൂർവം ചിലർ മാത്രമാണ്. രാജ്യത്തെ നിയമം അങ്ങനെയാണ്. ആ നിയമത്തിന് അവർ കുറ്റവാളികളാണെന്ന് ശിക്ഷിക്കപ്പെടുന്നവരെ അവർക്ക് ശിക്ഷിക്കപ്പെട്ടാലും അവരുടെ ചില മാനുഷിക അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള അഭിപ്രായം പറഞ്ഞത്. എന്തായാലും ഇത്തരമൊരു വൈകാരിക അവസ്ഥ ഉണ്ടാകൽ വളരെ സ്വാഭാവികമാണ്. അത്രത്തോളം വൈകാരികമായ ഒരു അവസ്ഥയിലാണ് ഒരു 16കാരായ 5 പേർ ചേർന്ന് മറ്റൊരു 16കാരനെ കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ അതുണ്ടാക്കുന്ന ആഘാതം വളരെ വലുത് തന്നെയാണ്. ആ ഞെട്ടലിൽ തന്നെയാണ് കേരളം പ്രതികരിച്ചത്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയവുമായി.